എല്ലാം ഇളയരാജ മാഷിട്ടുണ്ട്. എലിസ എലിസ മീറ്റിംഗ് തീർന്നാ? തള്ള ഇത് ഇത്ര നേരമായിട്ട് തീർന്നില്ല. ഇത് എന്തൊരു സംസാരിക്കണത്? This is all because of you, Mr. Santosh. I am very proud of you. 6 മണിക്കുള്ളിൽ എനിക്ക് വീട് പിടിക്കണം. അയ്യോ, എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ല. എലി സാറിനോട് പറഞ്ഞേക്ക് ഞാൻ വീട്ടിലേക്ക് പോയെന്ന് കേട്ടാ. എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. യൂട്ടല്ല. നിനക്ക് എന്ത് പറഞ്ഞാലും ഒരു ലാല. നമ്മുടെ ഇന്നത്തെ കാര്യം പോക്ക് തന്നെ. No. This is your punctuality. ജോലിയോടുള്ള ഈ സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിന് മാസം ശമ്പളം തരുന്നുണ്ട്. തങ്ങുന്നതിന് വലിയൊരു ഫ്ലാറ്റ് തന്നിട്ടുണ്ട്. ഫോൺ ബില്ല് മുതൽ വന്നു പോകുന്നവരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ എൻ്റെ ഡ്യൂട്ടിയല്ലേ സാർ ചെയ്യുന്നത്. ഗുഡ് മിസ്റ്റർ സന്തോഷ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. എന്താ ഇവിടെ ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യായിരുന്നു. സാറാണെങ്കിൽ പബ്ലിക് മീറ്റിംഗ് ആണോ ഓഫീസ് മീറ്റിംഗ് ആണോ എന്ന് മനസ്സിലാവാത്ത വിധത്തില് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ല. എല്ലാ ജോലിയും തീർന്നോ? ഓ, അതൊക്കെ എപ്പോഴേ തീർന്നു. എന്ത് ചെയ്താലും വെടിപ്പായിട്ട് ചെയ്യണം. ഇങ്ങനെയാണോ ഫയൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇത് ഫയല്, ഇത് നോട്ട്സ്. എനിക്ക് 6 മണിക്കുള്ളിൽ വീട് പിടിക്കണം. 6 മണിക്ക് പോകണമെന്നുള്ളവർ അറിയാലോ സാർ. അപ്പൊ 5:30 മണിക്ക് ജോലിയെല്ലാം തീർത്തിരിക്കണം സാർ. വെറുതെ വാചകം അടിച്ചോണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരി സാർ. എടുത്ത് വെച്ചിട്ട് പോ. ശരി സാർ. എന്റെ ബാഗ് ഇവിടെ ഉണ്ട് സാർ. പറഞ്ഞാ ചെയ്, ചിലക്കാതെ. സാർ ഈ ഫയൽസ് എല്ലാം മടക്കി വെച്ചാലും നാളെ വന്ന് വീണ്ടും തുറന്നു വെക്കാനല്ലേ പോണത്. വാച്ച്മാൻ തുലൻ സുസംഗി ബറാങ്. ഡോക്ടർ ശരിക്കും വൈകിട്ട് ഒരു 6 മണിയാവുമ്പോ എനിക്കെല്ലാം മറന്നു പോവുകയാണ് ഡോക്ടർ. ഞാൻ ആര്, എവിടെയാണ് നിൽക്കണത്, എന്റെ പേരെന്താണ്, എന്റെ വീട് എവിടെയാണ് തുടങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ഡോക്ടർ. ഇതാണോ നിങ്ങളുടെ പ്രോബ്ലംസ്? കുറച്ചുകൂടെ ഉണ്ട് ഡോക്ടർ. അടുത്ത ദിവസം രാവിലെ കുറേശ്ശെ ആയി സൂര്യൻ ഉദിച്ചു വരുമ്പോ കോഫി കുടിക്കുവോ? ഇല്ല ഡോക്ടർ, കുറേശ്ശെ ആയിട്ട് ഓർമ്മ തിരിച്ചു വരും കേട്ടാ. വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണ് ഇംഗ്ലീഷ് പടത്തിന്റെ കഥയാണെന്ന് വിചാരിച്ച? തള്ളി സത്യമാണ് ഡോക്ടർ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു മെമ്മറി, വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ മറ്റൊരു മെമ്മറി. ഈ മെമ്മറിക്കാണെങ്കിൽ ആ മെമ്മറിയെ പിടിയില്ല, ആ മെമ്മറിക്കാണെങ്കിൽ ഈ മെമ്മറിയെ ഒട്ടും പിടിയില്ല. ഈ 2 മെമ്മറി കാർഡുകൾക്കിടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങാണ് ഡോക്ടർ. ഇതൊരു പുതിയ രോഗമാണല്ലോ. പേര് വെച്ച് ആഘോഷിക്കണമെന്നാണ് പറയണത്. ഡോണ്ട് വറി, നിറയെ ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. തള്ളേ ടെസ്റ്റുകൾ എടുക്കണമെങ്കിൽ വേഗം തന്നെ എടുത്തോളേ. അയ്യോ മണി 6 ആവണല്ല. എന്റെ തന്റെ പേരെന്താ പറയൂ. എന്റെ പേരാ. പിന്നെ എന്റെ പേരാണോ ചോദിച്ചത്? നിന്റെ പേര് എനിക്ക് എന്തിനാണ്? നീ കമ്പൗണ്ട്. ഓഹോ, അപ്പോ ആളെ കളിപ്പിക്കാനുള്ള പരിപാടി തന്നെ. ഓഹോ, 6 മണിയായല്ലേ? അപ്പോ അതാണ് പ്രശ്നം അല്ലേ? അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടാ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ പറയടാ മോനെ. ഞാൻ ആര്? നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് നിനക്ക് നല്ലത്. ഹലോ.
ചിന്തകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങി വാ, മിനുങ്ങി വാ. എവിടെയായിരുന്നു ഇത്ര നേരം? മോളില് ഫ്ലാറ്റ് ഡേ ആഘോഷം എന്ന് വെച്ചിട്ട് വീട് തുറന്നിട്ടിട്ട് ടി വി ലൈറ്റ് ഫാൻ ഒക്കെ ഓൺ ചെയ്തിട്ട് പോകണമെന്നുണ്ടോ? ഇതെന്താ വീടാണ് സത്രാണോ? സിൻസിയർ ആയിട്ട് പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കമ്പനി തന്ന ഫ്ലാറ്റ് ഏത്? എന്നാലും ഒരേ നാട്ടുകാരനാണല്ലോ, തങ്ങാൻ ഇടമില്ലാതെ കഷ്ടപ്പെടാണല്ലോ എന്ന് കരുതില്ല നിന്നെ ഇവിടെ താമസിപ്പിച്ചത്. അത് നീ ഒരു വലിയ അഡ്വാൻറ്റേജ് ആക്കി. കമ്പനി നോക്കി കിട്ടിയ ഫ്ലാറ്റാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടൊരു വളിച്ച സെന്റിമെന്റ്സ്. എന്താ എന്താ നീ പെരുവിറുക്കുന്നത്? ഒന്നുമില്ല, ചോക്ലേറ്റ് നിന്ന് വായിലൊട്ടിപ്പോയി, അതാ. നീ എന്താ പെരുവിറുത്തെന്ന് എനിക്കറിയാം. വാടക നീ തന്നെ കൊടുത്താലേ ഒരു ഉത്തരവാദിത്തം വരൂ, സമ്പാദിക്കണമെന്നൊരു മനസ്സ് വരുമെന്ന് കരുതിയാ നിന്നോട് വാടക ചോദിച്ചത്. ഒരു മാസമെങ്കിലും നീ വാടക തന്നുണ്ടോ? നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് പുതിയ ഫ്ലാറ്റ് തരാന്ന് പറഞ്ഞില്ല, ഞാനെന്താ പോകത്ത്? അതിന് വാടക കയ്യിൽ നിന്ന് കൊടുക്കണ്ടേ? ആ പിന്നെ ചോക്ലേറ്റ് വായിലൊട്ടി. അവിടെ എൻജോയ് ചെയ്യുന്നവരൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്ത് തരാം. സ്വന്തം കാറുണ്ട്, സ്വന്തം വീടുണ്ട്, നിനക്കെന്നുണ്ട്. ആദ്യം ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് എൻജോയ് പോന്നേ. വരാൻ ഒരു റൂമിന്റെ കിടപ്പുണ്ടോ? വെടുപ്പും വൃത്തിയില്ലാതെ. ബാച്ചിലേഴ്സ് റൂം ഇങ്ങനെ ഇരിക്കുക. ഞാനും ബാച്ചലർ തന്നെയാ. എന്റെ റൂം ഇങ്ങനെ എടുക്കുന്നത്? അത് ക്രോണിക് ബാച്ചിലർ റൂം അല്ലേ? ശരി സീനിയർ, എന്താ കഴിക്കുന്നത്? എന്താണ് വിഷയം മാറ്റുന്നത്? അഡ്വൈസ് ചെയ്തിട്ട് ബോറടിച്ചിട്ടുണ്ടാവും. അല്ല സീനിയർ, ഇപ്പൊ വെക്കാൻ തുടങ്ങിയാലേ 10 മണിക്കുള്ളിൽ തീരൂ. നാളെ മോർണിംഗ് ഷിഫ്റ്റ് എനിക്ക് 7 മണിക്ക് പോണം. എന്താ പാർട്ടിക്കൊന്നും ഇല്ലായിരുന്നു? ഞാൻ എന്നാ സീനിയർ ഒറ്റയ്ക്ക് പോയി കഴിച്ചേക്കണത്? ശരി സീനിയർ, എന്താ വേണ്ടെന്ന് പറ, ഞാൻ ഉണ്ടാക്കാം. നിനക്കെന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെക്കും. ശരി. അയ്യോ ഓടി വായോ, ഈ കാൽമാരെന്നെ തല്ലിക്കൊല്ലുന്നു. അയ്യോ, അയ്യോ. സാറേ, മലയാളം പറയുന്ന പോലീസ് ചേട്ടാ. മലയാളിയുടെ സ്വഭാവം അറിയാലോ. മുതുകത്തടിക്കല്ലേ, നെഞ്ചത്തടിക്ക്. കോഴിപ്പ് കൊണ്ടോ അവന്റെ കഴിവറട മോനെ. അല്ല സാറേ, എന്റെ ശരീരത്തിന്റെ ഷേപ്പ് അങ്ങനെയാ. ഞങ്ങളുടെ കുടുംബത്തിന് റോയൽ ലുക്കാ. അയ്യോ, അത് മസാജല്ല, സുഖചികിത്സയാ. പ്ലെയിനിൽ കയറാൻ പേടിയാ സാറേ. ഒന്നേൽ കെട്ടിടത്ത് കൊണ്ടുപോയി ഇടിക്കും, അല്ലെങ്കിൽ കാട്ടിലേക്ക് കടത്തി കൊണ്ടുപോകും. അഭിനയിക്കുന്നു. അവന്മാരിടിച്ച് നെട്ടുമ്പോൾ ഇളക്കി കളഞ്ഞു. എന്തുവാണ് പറയുന്നത്? എന്തെങ്കിലും മനസ്സിലായോ? നമ്മളോട് ജോലി കളഞ്ഞിട്ട് പോകാൻ പറയണോ? നീ ഒന്നും ലോകത്ത് എവിടെ പോയാലും നന്നാവത്തില്ല നടാ. അതിങ്ങേർക്കും മനസ്സിലായോ? നിന്നെയൊക്കെ ചാട്ടയ്ക്ക് അടിച്ച് ഒരു വർഷം ഉള്ളി തെള്ളിയാലേ മണ്ട തെളിയും. ചേട്ടാ അർജന്റാ. താങ്ക് യു. ശനിയല്ല തിങ്കള്. ഹലോ, വഴി ഏതാ? ശരി. എന്താ ദൈവമേ, ഇയാളെങ്കിലും ഇയാൾക്കെങ്കിലും മനസ്സിലായല്ലോ. ഇയാള് പണ്ട് മലയാളിയാണെന്ന് തോന്നുന്നു. ഒന്ന് കിടക്കട്ടെ. അളിയാ ശക്തി. ആ ചാണ്ടി, നീ എങ്ങനെ ഇവിടെ എത്തി? ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. എവിടുത്തുകാരനവൻ? അളിയ, നീ മലേഷ്യയിലേക്ക് പോകുന്നില്ലേ? അപ്പൊ തൊട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിട്ട് അവൻ മലേഷ്യയിൽ പോയി, നീ എപ്പോഴാ മലേഷ്യയിലേക്ക് കയറുന്നത് ചോദിക്കാൻ തുടങ്ങിയടാ. എന്റെ അമ്മയ്ക്കാണെങ്കിൽ രാവിലെ എണീക്കുമ്പോ തൊട്ട് ഉറങ്ങുന്നത് വരെ മലേഷ്യയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. മാന്നൊരു അക്ഷരം പറഞ്ഞാൽ മതി, അപ്പ മലേഷ്യയിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കൂടാ. വേറെ വഴിയില്ലാണ്ട് കടം മേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ കയ്യിൽ 5 പൈസ ഇല്ലടാ. ആഹാരത്തിനും വഴിയില്ല. പോലീസ് പുറകെ തന്നെ ഉണ്ട്. കിടക്കാനും സ്ഥലമില്ല. നീ ആരുടെ മോനെ ആകെ ഒരു രക്ഷ. ഞാൻ ഒരാളുടെ വീട്ടിലാ തങ്ങിയിരിക്കുന്നത്. അയാൾ ആളൊരു സ്ട്രേറ്റ് ഫോർവേഡാ. നിനക്ക് പാസ്പോർട്ടിലെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമല്ലോ. എന്നെ പേടിപ്പിക്കല്ലടാ. ഒന്ന് ചെയ്യാം, നീ എന്റെ പണക്കാരൻ ഫ്രണ്ട് നാട്ടിൽ നിന്ന് മലേഷ്യ ചുറ്റി കാണാൻ വന്നെന്ന് പറയാം. എന്റെ കണ്ട ഒരു കാശുകാരന്റെ ലുക്ക് ഉണ്ടല്ലേ. കാശുകാരന്റെ ലുക്കല്ല, പിച്ചക്കാരന്റെ ലുക്കാണുള്ളത്. വാ. എന്റെ അമ്മ. ഹലോ, മലേഷ്യയിലും ലിഫ്റ്റ് വർക്ക് ചെയ്യില്ലേ? ഇതല്ലേ നിന്റെ ഫ്ലാറ്റ്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ദാണ്ടേ മുറുക്കി തുപ്പിയതാ. നിന്നെ കാണാൻ വന്ന നമ്മുടെ നാട്ടുകാരോ ഒപ്പിച്ച പണിയാ. എവിടെ ചെന്നാലും മലയാളികൾ അവരുടെ സ്വഭാവം വിട്ട് കളിക്കില്ലല്ലോ, അതിന്റെയാ. വാ വാ. ദേ നോക്ക് ചാണ്ടി, നീ ഇങ്ങനെ വാചകം അടിച്ചോണ്ടിരുന്ന സീനിയർ നിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. എന്തുവാടേ വന്നപ്പോ തൊട്ട് പേടിപ്പിച്ചോണ്ടിരിക്കാ സീനിയർ കുന്തം കുടച്ചക്കറുന്ന. ആരുടെ ആള്? ആ ദേ അങ്ങോട്ട് നോക്ക്. എവിടെ? സാധാരണയായി ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല കേട്ടാ. സാധാരണയായി ഞാനും ആരോടും കടം മേടിക്കാറില്ല കേട്ടാ. അറിയാം, നിനക്ക് അർജന്റ് ആയതുകൊണ്ടാണ് തരണത്. പാസ്പോർട്ട് പണയം വെച്ചാ വാങ്ങണത്. ഓക്കെ.
ഇതേ ആക്രാന്തം ചൂടും. ഈ പാസ്പോർട്ട് തിരിച്ചു വാങ്ങുന്നതിലും വേണം കേട്ടാ. 6-ാം തീയതിക്ക് വാ 7-ാം തീയതിക്ക് വാന്ന് മറ്റുള്ളവരൊക്കെ മുൻകൂട്ടി പറയും. പക്ഷെ ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടാ. എപ്പോ വന്നാലും വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് വന്ന് പണം തന്നിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചോണ്ട് പോയിക്കണം. എന്താ ചേട്ടാ 6 മണി? 6 മണിക്ക് മുമ്പ് വാ, അത്ര അറിഞ്ഞാ മതി. ഈ പണ്ടാരക്കാലിൽ ഇവിടെ ഉണ്ടോ? എന്താടാ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത്? അത് പിന്നെ എന്താണ് കോളിംഗ് ബെല്ല്? അവർ രണ്ടുപേരും വന്നു. രണ്ടുപേരോ? എനിക്ക് അർജന്റായിട്ട് ബാത്റൂമിൽ പോകണടാ. എന്തിനല്ലടാ കുളിക്കാൻ. നോക്കിപ്പോ ആ സൈഡിലാ. കമ്മിങ് കമ്മിങ്. അയ്യോ, ചാണകം ചവിട്ടിയോ? മലേഷ്യയിലല്ല, അമേരിക്കയിൽ ചെന്നാലും ചാണകം തന്നെ ചവിട്ടേണ്ടി വരും. ആരെ പെട്ടിയത്? എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിരിക്കും സീനിയർ. നാട്ടിൽ നിന്ന്? അപ്പൊ സീനിയർ പറഞ്ഞാലും ഇവിടെ നിർത്തുള്ളൂ. ചാണ്ടി എടാ ചാണ്ടി ഇവിടെ വാ. ഹലോ സാർ, ഗുഡ് നൈറ്റ് സാർ. ഐ ആം ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇതെന്താ മുഖം കാണിക്കില്ല നിങ്ങൾ? അത് വേറൊന്നുമല്ല സാർ, ഞാൻ തല തോർത്തുമായിരുന്നു, അതാ. ഇത് ശരിയാവില്ല. അലവീനെ എവിടുന്ന് കൂട്ടുപിടിച്ചു? ഇയാള് റോട്ടിൽ കിടന്ന് കറങ്ങുന്നു. 6 മണി കഴിഞ്ഞ പിന്നെ എല്ലാം മറവില്ലേ? 6 മണി കഴിഞ്ഞാൽ ഓർമ്മയില്ല അല്ലേ? ഓർമ്മയുണ്ട്. കാപ്പി കുടിച്ചത് 20 വെള്ളി. ട്യൂബ് ലൈറ്റ് 40 വെള്ളി. എന്റെ മഹാഭാഗ്യം. ഇന്നെന്തിനൊരു സ്പെഷ്യൽ ട്രീറ്റ്? ഇന്നത്തെ ദിവസം എന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. ഇന്ന് മുതൽ എനിക്ക് 300 വെള്ളി അധിക ശമ്പളം. ഓ കൺഗ്രാറ്റുലേഷൻസ്. Posati, Belanda hanya menambah 1 gol pada babak kedua. Gol dijadikan oleh Pidhin Garis pada minit ke-40. Keputusan mahkamah. Sorry, Ra. I'm so sorry. Please excuse me. What Yeah. time is it? It's 5:45. Thanks a lot. You traveling too? Malacca. Oh, I see. I'm waiting for the Malacca train. I Supposed see. to be here at 5:30. Yeah. It's quite unusual. Yeah. It's too late I'm here. ഹലോ, എന്താ എത്ര വലിയ ആലോചന? ഒന്നുമില്ലടാ, ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടു. അവള് മനസ്സിൽ നിന്ന് മായുന്നില്ല. പ്രായം അതല്ലേ പോലെ ഇല്ലാതിരിക്കും. ഞാൻ സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നത്. നീ നിന്റെ കളിതമാശകളാ. ഇപ്പൊ എന്താ, അവളെ മറക്കാൻ കഴിയില്ലേ? മറക്കാൻ കഴിയില്ലെങ്കിൽ പുറകെന്ന് വളച്ചെടുക്ക്. ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പ്രശ്നമല്ലടാ. പക്ഷെ സീനിയർ അറിഞ്ഞാലോ എന്നൊരു പേടി. അങ്ങേർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. എന്ന് വെച്ച് നീയും അങ്ങനെ പോലെ ക്രോണിക് ബാച്ചിലറായിരിക്കാൻ പോകണം. അങ്ങേരുടെ ലൈഫ് പോക്ക്. അത് നോക്കിയിരുന്ന നിന്റെ ലൈഫ് വേസ്റ്റ്. അങ്ങനെ പറയലടാ, ഒരു വലിയ കുടുംബത്തിന്റെ ചുമതലയല്ലേ. ഓ, അപ്പൊ മറ്റാർക്കും കുടുംബം ഉണ്ടാവാം. ഇപ്പോഴാണ് അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞത്. അനിയനും ഇപ്പോഴല്ലേ പഠിച്ചു കഴിഞ്ഞത്. ഇതെല്ലാം ഒന്ന് കഴിയട്ടെ എന്ന് കരുതി പുള്ളിയും കാത്തിരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ പേടിച്ചു കിടന്ന ഒരു കാര്യം നടക്കില്ല. പിന്നെ ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയാം. അങ്ങേർക്ക് ഒരു ലൈൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ നിന്റെ പ്രശ്നം സോൾവ് ആകും. ചുമ്മാ കളിക്കലടാ. ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. എടാ, സീനിയറിന്റെ മനസ്സിലൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പറ്റി ചിന്തിക്കാൻ അങ്ങേർക്ക് അവിടെ സമയം. വാടാ, ഒരാളുടെ മനസ്സിലൊരു പെണ്ണ് കയറിയ പെറ്റ തള്ളേ മറക്കും. പിന്നെയാണ് നിന്റെ ഒടുക്കത്തൊരു പ്രേമത്തിന്റെ കാര്യം. വാടാ.
മേടിച്ച് നിൽക്കാതെ വാടാ. ആദ്യം നമുക്ക് സീനിയറിന്റെ മനസ്സിലൊരു പെണ്ണിനെ കുടിയിരുത്താം. അതെങ്ങനെയാണ്? ഫ്രിഡ്ജ് തുറന്ന പ്രിയങ്ക ചോപ്ര, ബ്യൂറോ തുറന്ന ലാരാ ദത്ത, ഷൂ സെൽഫിൽ സുസ്മിത സെൻ, അവിടെയും ഇവിടെയും ഐശ്വര്യ റായ്. എല്ലായിടങ്ങളിലും പെണ്ണുങ്ങളുടെ ഫോട്ടോ കണ്ട സീനിയറുടെ മനസ്സിൽ കല്യാണമോഹൻ താനേ വരുവാടാ. എന്താടാ പറയാത്ത? നീ അയച്ചോ? എന്നടാ തള്ള ഇത്ര ഫാസ്റ്റ് ആയിട്ട് സ്കെച്ച് വരക്കണല്ല, അതെങ്ങനെയാണെന്നാണ് കേട്ടത്. കണ്ടറിഞ്ഞൂടെ? പെൻസിൽ കൊണ്ട് തന്നെ. പെൻസിൽ കൊണ്ട് തന്നെ. ആജി കൊറിയർ തൂജി മലേഷ്യയിൽ കൊറിയർ രാത്രിയിലും വരൂല്ലേ? ആജി മാസേ ശരിയമ്മ കസി. സീനിയർ, ദേ ഒരു കൊറിയർ. കൊറിയർ ആരുടെ വന്നിരിക്കണത്? കൊറിയർ വന്നിരിക്കുന്നെന്ന്. സീനിയർ, കൊറിയർ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. വെറും വയറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കാം, പക്ഷെ കൊറിയറിനെ വെയിറ്റ് ചെയ്യിക്കരുത്. അതെന്താണെന്ന് തുറന്നു നോക്ക്. സീനി, കൊറിയർ സീനി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വന്നേ കേട്ടാ. പി സന്തോഷ്, ജലാനമ്പ, കോലാലംപൂർ. നമ്മള് വിട്ട അമ്പ് പായണത് കണ്ടോടി. നീ എന്താ പറഞ്ഞ? നോക്ക്. ഞാൻ ചാണ്ടി, ഇവൻ ശക്തി. ഓർമ്മ കിട്ടുന്നുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അതിൽ കേട്ടാ ഞാനാര്? നമ്മള് സീനിയറിന് ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തില്ല, അതെങ്കിലും ഓർമ്മയുണ്ടോ? അതോർമ്മയുണ്ട്. ആരുടെ സീനിയർ? എടേ, നമ്മുടെ സന്തോഷാടേ. ഓ, ഇപ്പൊ സന്തോഷ സീനിയർ. ഓ, അതെല്ലാം വിടുന്നേ. ഇപ്പൊ എന്താ പ്രശ്നം? ഒരു ചെറിയ പറ്റിപ്പോയടാ. എന്താ പറ്റിയത്? ഇവന്റെ ചുണ്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് അയച്ചില്ലേ, അത് കണ്ടതോടെ സീനിയർക്ക് പെണ്ണുങ്ങളെ വേണ്ടുന്നാടാ. ഏയ്, എന്റെ ചുണ്ടിന് എന്തരടെ കുറവ്? വൃത്തികെട്ട ചുണ്ട്, അതാ കുറച്ച്. പ്രോബ്ലം. ഐശ്വര്യ റായ് കറുപ്പായിരുന്നെങ്കിൽ ചുണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നേ. നിന്റെ ചുണ്ട് കണ്ട ദേശത്തിന് അങ്ങനെ കാട് തന്നെ കയറി കളഞ്ഞു. ഏയ്, കീറിക്കളഞ്ഞു മാത്രമല്ലടേ നിങ്ങൾക്കറിയൂ. അതിനുശേഷം എന്താ നടക്കാൻ പോണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇതാരുടെ ചുണ്ടാണെന്ന് എങ്ങനെയാണെന്ന് അറിയാം. ബസ് സ്റ്റാൻഡിൽ കണ്ട പെണ്ണിന്റെ ആയിരിക്കും, അതോ നീ ഓഫീസിലെ എൽസൈഡ് ആയിരിക്കും. എന്താണ് ഒട്ടിച്ച് കളിക്കണം? ഒരു ഗെയിം. ശരിക്കും ഒട്ടിക്കത്, അപ്പോഴേ ചുണ്ടിനോട് ചുണ്ട് ചേർന്ന പോലെ ശരിക്കും തോന്നുകയുള്ളു. തള്ള ചുണ്ടിന്റെ കാര്യം ചുമ്മാ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് കേട്ടാ. നടക്കട്ടെ. എന്താടാ ചിരിക്കുന്നത്? മറവി കൂടി എന്തെങ്കിലും ഏടാകൂടെ ഒപ്പിച്ചോ? എന്ത് പറ്റിയവന്? മറക്കൂലടേ. മറക്കാതിരിക്കാൻ വേണ്ടിയാണടേ എഴുതി വെച്ചിരിക്കുന്നത്. യക്കോസിക്കാലിലേക്ക് മപ്പോത്തറി യമോത്രിയാനക്ക് മക്കക്ക. മലയാളി ഭാഷയിൽ അവനോ തെറി എഴുതി വെച്ചിരിക്കണം. മലയാളം ലിപ് കാർഡ് അയച്ച് സീനിയറിന്റെ പ്രേമത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തില്ലടേ. അത് വർക്കൗട്ട് ആയടേ. എന്താടാ നീ പറയുന്നത്? അത് വർക്കൗട്ട് ആയിരുന്നു? അതേടേ. ഡേയ്, നമ്മൾ അയച്ച ലിപ് കാർഡ് ഒട്ടിച്ച് വെച്ച് നോക്കിയ നമ്മുടെ സീനിയർ ഞങ്ങളുടെ ഓഫീസിലെ എലിസയാണോ അയച്ചതെന്ന് വിചാരിച്ച് അവളുമായിട്ട് സിങ്കായി. അപ്പൊ അവള് സിങ്കായിടേ. എലീസയും സിങ്കായോ? ക്രിസ്ത്യാനിയാണല്ലോ അവള്. അവളെപ്പോഴാ മതം മാറിയത്? എടേ, ഇത് മതസംബന്ധമായ സിങ്ക് അല്ലടേ, മനസ്സ് സംബന്ധമായ സിങ്ക്. ഇപ്പൊ സീനിയർ അങ്ങേരുടെ ബെഡ്റൂമിൽ ഇരുന്ന് ഫീൽ ചെയ്തോണ്ടിരിക്കുക.
സ്പ്രെയിൻ ആയിരിക്കും തോന്നുന്നു. ഒരു മിനിറ്റ്, കുറച്ച് വേദന ഉണ്ടാവും. ഈ ജോഗിങ്ങിന് വരുന്നവരെല്ലാം ഇവിടെ പൊത്തുന്ന് വീഴും. എന്താന്നറിയില്ല. യു ഡോണ്ട് വറി, വേഗം ശരിയാകും. Get up. Just get up. ഇപ്പൊ വേദനയുണ്ടോ? ഇത് 2 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതി, ശരിയാകും. ഇല്ല വേണ്ട. എന്താ, മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളോട് എങ്ങനെയാ വാങ്ങണേന്ന് വെച്ചാ? ഏയ് ഇല്ല, എനിക്ക് ഇയാളെ നന്നായിട്ടറിയാം. എങ്ങനെ? ട്രെയിനിൽ വെച്ച് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഓ സോറി. ഇയാളെ എന്നെ മറന്നത്. ഞാൻ നിക്കോട്ടിലാ ജോലി ചെയ്യുന്നത്. ട്രെയിനിലാ പോകുന്നത്. അപ്പോഴേ തന്നെ ഞാൻ കാണാറുള്ളത്. ബൈ ദ വേ യു. Anyway, nice to meet you. I'm Indra, working in Avon Cosmetics. Avon Cosmetics? Yeah. Super company ഇത് ആണല്ലോ. കയ്യിൽ വെച്ചോളൂ. I'm getting late. I have to go now. Okay? ആ. മറക്കാതെ യൂസ് ചെയ്യണേ. Take care. Bye la. Okay, bye. Nice girl. മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഓഫീസിൽ വെച്ച് സീനിയർ വെൽസയും കൂടെ കൊഞ്ചി കൊഴയണത് കണ്ട് സീനിയറുടെ കല്യാണാശം വന്നടേ. Cheers. Cheers. ആഹാ, എന്തൊരു നാട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അനുഭവിക്കാൻ പറ്റൂടാ. അങ്ങോട്ട് നോക്കടേ, ആ 2 ചൈനക്കാരന്മാർ എങ്ങനെയാ കുടിക്കണം? ചൈനക്കാരനല്ലേ, ചൈനക്കാരി. കഴുത്തിന് മേലോട്ട് എല്ലാം ഒന്ന് തന്നെ. ഡേയ്, ലെവളുമാരുടെ കുടി കണ്ട കുടിക്കേ ഇല്ല എന്ന് വീട്ടിൽ സത്യം ചെയ്തിട്ട് വരുന്നവരും കൂടെ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവൂടെ? ആ കുട്ടി കുട്ടി ഗ്ലാസ്സിൽ കുടിക്കണത് കാണാ എന്തൊരു ചന്തവാടേ. വാട്ട് എ ബ്യൂട്ടി ചൈന കുട്ടി. You are correct. വീട്ടിൽ പോകാൻ പറ്റില്ല. அண்ணே பாயிண்ட் இருக்குதா? இல்லையா? 100 200 300 4 அரைச்சு போடுறேன். ஐயோ, அச்சார். காசப்படக்கூட கெட்டியக்கடப்பா. லெக் பீஸ் அனக்கரு. நீ ஆண்டி பண்டாரவலே? ആവട്ടെ, എപ്പടി കണ്ടുപിടിച്ചത്? ഡേയ്, ഈ മഞ്ഞ സഞ്ചി നിന്റെ ഗെറ്റപ്പും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഡേയ്, നിന്റെ പാളക്കരൻ അണ്ടർവയറും അതിന് മേലെ മടക്കി കുത്തിയ നിന്റെ മുണ്ടൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആണ്ടി പണ്ടാരാണെന്ന്. ഒന്നങ്ങോട്ട് നോക്കടേ, ആ കുട്ടികൾ എന്ത് ചെയ്യാണെന്ന്. അവകളാടേ, അവർ നക്കി കുടിച്ചോണ്ടിരിക്കുക. നീ എന്താ ചെയ്ത്? ഞാൻ അന്തസ്സായി കുടിച്ചോണ്ടേ. ഡേയ്, അതിന്റെ പേരാണേ കുടി, അല്ല പരവേശം എടുത്തു വന്ന മാട് കാടിക്കളത്തിൽ തലയിട്ട് കുടിക്കണത് പോലല്ലേ നീ കുടിച്ചത്? ചെവിയിലൊരു കുറ്റിവീടി, അതും പോരാഞ്ഞിട്ട് തലയിലൊരു കെട്ട്. എന്തിനാണ് നാട്ടുകാരുടെ മാനം കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? அண்ணே, அதை மட்டும் தொட்டு கழிக்க கூடாதண்ணா. அதுக்குள்ள என் லைஃபே இருக்கு. என் லைஃபை தொட்டு விளையாடினா இதுதான் பேசு. நீங்க கூட்டமா வரும். சிங்கம் சிங்களே தவறு. അപ്പൊ സീനിയർ, ഞാൻ ബസ്സിലങ്ങ് വന്നേക്കാം. ഓഫീസിന് ടൈമായി. അല്ല, രണ്ടുപേരും ഒരേ ഓഫീസിലല്ലേ, ഒന്നിച്ച് വെക്കൂടെ? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എപ്പോഴും ട്രെയിനിലാണ് പോണത്, ഞാനാണെങ്കിൽ ബസ്സിൽ. എന്തിന്? എന്തരടേ ഇപ്പൊ പറയണത്? ഈ പരിപ്പ് അലർജി ഉള്ളവർ സാമ്പാർ കഴിക്കാറില്ലല്ലോ. അതുപോലെ എനിക്ക് ട്രെയിൻ അലർജിയാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിൽ പോകാത്തത്. ട്രെയിൻ അലർജി പറഞ്ഞു തൊലക്ക്. സമയങ്ങൾ പോണ്. ഓക്കെ, ഷോർട്ടായി പറയാൻ കേട്ടാ. സൺഡേ ജുംബലുമാല നൈറ്റ് ക്ലബ്ബിൽ പോയിട്ട് ടയർഡായിട്ട് വന്ന് കിടന്നുറങ്ങി. മൺഡേ കാലത്ത് എണീക്കുമ്പോ ഓഫീസിലേക്ക് പോകാൻ ടൈമായി. പടപടപടാന്ന് റെഡിയായി. വേഗം ഓടി ഇലക്ട്രിക് ട്രെയിനിന്റെ അടുത്തേക്ക്. നിനക്കറിയാലേ മലേഷ്യൻ ട്രെയിനിന്റെ കാര്യം. അകത്തേക്ക് കയറിയപ്പോ തല മാത്രം വെളിയിലായി പോയി. ഇത്ര സ്പീഡില് തല മാത്രം വെളിയിലിരുന്ന കൊണ്ട് മെമ്മറി ഫുള്ള് അടിച്ചു പോയടേ. എന്ത് കാര്യമെന്നറിയാതെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിച്ച് 6 മണി വരേക്ക് ഒരു മെമ്മറി, 6 മണി കഴിഞ്ഞാൽ മറ്റൊരു മെമ്മറി. എന്റെ മെമ്മറിയുടെ ഫിലമെന്റ് തന്നെ അഴിച്ചു പോയടേ. അതെനിക്ക് ഉപകാരമായി. എന്തരടേ പറഞ്ഞത്? അല്ല, മെമ്മറി പ്ലസ് കഴിച്ചു നോക്കാം. താങ്ക് യു. അപ്പൊ ഞാൻ ബസ് പിടിക്കട്ടെ? ബസ്സേ ബസ്സേട്ടാ. ഹായ്. ഹായ് ജൂനിയർ സീനിയർ. ഹലോ. ഹൗ ആർ യു? ഐ എം ഫൈൻ. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഒരുപാട് നാളായില്ല കണ്ടിട്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഹെവി വർക്ക്. ഇവിടെ പാസ്പോർട്ട് ഇല്ലാത്തവർ, വിസ എക്സ്പയറി കഴിഞ്ഞിട്ടും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നവർ, ഇവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനായി എനിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഒരു രഹസ്യ ധാരണയുണ്ട്. ഇവനാരാ? ഇതെന്റെ ഫ്രണ്ടാ. മലേഷ്യക്ക് ഒന്ന് ചുറ്റി കാണാനായിട്ട് അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ് കുറെ നാള് പോലീസിലായി. ഇപ്പൊ ഗോൾഡൻ ട്രാക്ക് എന്നൊരു ഡിറ്റക്റ്റീവ് ഏജൻസി. സാറിന്റെ ഒപ്പം ഒരുപാട് ക്രിമിനൽസ് വർക്ക് അല്ല അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 70 കൊള്ള, ഒരു 50 കൊല,
ഒരു 25 റേപ്പ്, ഒരു 15 തീവ്രവാദികൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ. ആ ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് അവനാര്, എന്ത്, ഏത്, അവന്റെ ഫുൾ ബയോഡേറ്റ തപ്പിയെടുക്കും ഞാൻ. ദാറ്റ് ഈസ് മിസ്റ്റർ ഭാനു. ആരത്? ഞാനാ. ഓ, നൈസ് ടു മീറ്റ് യു. glad meet you. അല്ല, താനെന്താ തല കുനിച്ചിട്ട് ക്ഷയിക്കാൻ തരുന്നത്? അല്ല, അത് ഞാൻ പിന്നെ അതെ അതെ. മദ്രാസായി ഇവന് വരാൻ ചാൻസേ ഇല്ല. സാർ എന്താ ഈ പറയുന്നത്? മദ്രാസ് ഇപ്പൊ ചെന്നൈയിൽ മാറ്റിയില്ലേ? അപ്പൊ എങ്ങനെ പേര് വരും? സാർ എപ്പോഴും ഇങ്ങനെ ഒടുക്കത്തെ കോമഡി. പക്ഷെ ജോലിയുടെ കാര്യത്തിൽ പുലിയാണ്. ഇപ്പൊ എനിക്ക് അർജന്റ് ഓഫീസ് വരെ പോണം. എന്നാ ഞാൻ വിട്ടോട്ടെ? വാടാ, സാറ് ക്ലാങ്ങിലേക്ക് വന്ന് കൂടെ കയറിക്കും. ഇവനെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അയ്യോ, ഞാനെന്താ സാറിന് എന്തിനാ കാണിക്കുന്നത്? അല്ല, മദ്രാസായി സാറിന് രോഗങ്ങൾ എന്നെ കണ്ടാൽ ഓടി വിളിക്കും. Come on, ഓടേ. come on. Sit down, come on. നീ വേടാ. അല്ല സാറേ, വണ്ടി എടുത്തപ്പോ ബാലൻസ് ഒന്നും മിസ്സായല്ലോ. No. ഈ സുന്ദരമായ ശരീരം എനിക്ക് സമ്മാനിച്ച ഭഗവാൻ എനിക്കൊരു ചെറിയ കുറവ് വെച്ചു. തലച്ചോറ് ഫിറ്റ് ചെയ്യാൻ മറന്നോ? എന്റെ ഇടുപ്പിൽ കൈവച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ വരും മോനെ ഒരു കിളി, വല്ലാത്തൊരു കിളി. അതുകൊണ്ട് തോളിൽ വെച്ച കൈകൾ ദയവായി അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇല്ല ഇല്ല. എന്താ സാർ ലെഫ്റ്റിലേക്ക് തിരിയാൻ നേരെ പോകുന്നേ? ഇവിടെയല്ലേ പോലീസ് സ്റ്റേഷൻ ഉള്ളത്? അയ്യോ, അങ്ങോട്ട് തിരികെ പോകുന്നേ. അവിടെ പാസ്പോർട്ടില്ലാത്ത നിന്നെ പോലൊരു മൈ ഗുണേശ്വരനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സാർ എന്താ പറയുന്നത്? പാസ്പോർട്ട് ഇല്ലാത്ത എന്നെ പോലെ എടുത്തണോ? അതല്ലപ്പാ, അവനെ കണ്ടാ നിന്നെ പോലുണ്ട്. അവിടം വരെ ഞാനൊന്ന് എത്തിക്കോട്ടെ. അവനെ 10 കൊല്ലങ്ങളിൽ ഞാൻ ഉള്ളിത്തള്ളു. ചെറിയ തെറ്റിനൊക്കെ ഇത്രയും വലിയ ശിക്ഷ വേണോ? അമ്മേ, അയ്യോ അപ്പാ, ഇടുമ്പി പിടിക്കല്ലേ എന്ന് അവരോട് പറഞ്ഞതാ. അവൻ കേട്ടതേ ഇല്ല. ഇന്ന് ഒന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോണെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഇടുപ്പി പിടിച്ചത്. അപ്പൊ അതിലെന്തോ രഹസ്യമുണ്ട്. കണ്ടുപിടിക്കാതെ വീടില്ല ഞാൻ. അയ്യോ, വീടില്ല ഞാൻ. സോറി. ഇത് ഇളയരാജയുടെ ട്യൂണല്ലേ? സന്തോഷ് സാർ. ഓക്കേ ഓക്കേ. സാർ, സാർ എന്താ ഇതെന്തര് ഷർട്ട്? ഞാൻ എന്തൊരു പാന്റ് എന്നാണോ പറഞ്ഞത്? മാർക്ക് എന്തര്? ലിപ് മാർക്ക്. ലിപ്പ് മാർക്ക് എങ്ങനെ വന്നു ഇവിടെ? അത് പുതിയ ഷർട്ട് വാങ്ങിച്ചപ്പോ ഡിസൈൻ ലിപ് ഡിസൈൻ. നീ വാങ്ങിച്ചോ, കിട്ടുമല്ലോ. കണ്ടുപിടിച്ചേട്ടാ. ആ ലിപ് ഡിസൈൻ ഷർട്ടിൽ ഉണ്ടായിരുന്നു. ബട്ടൺസിൽ എങ്ങനെയാണ് സാർ മുടി വന്നത്? എങ്ങനെ വന്നു? അതന്നെയാണ് ഞാൻ ചോദിക്കണത്. ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ജോലി നോക്കൂ. ഈ മുടി എങ്ങനെയാണ് ബട്ടൺസിൽ വന്നത്? ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? നീ പോയി നിന്റെ ജോലി നോക്ക്. യെസ് സാർ. ഞാൻ ഡിസൈനർ, നീ എന്റെ അസിസ്റ്റന്റ്. എന്റെ കിഡ്നിക്ക് ജോലിയായി. ഇനി ഞാനിത് കണ്ടുപിടിച്ചോളാം.
ഹലോ ഹലോ ഐ എം ഇന്ദ്ര ഹിയർ. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ സന്തോഷ്? യെസ്, ഞാൻ സന്തോഷാണല്ലോ. ഇതാരാ? ഞാനാ കാലത്തല്ലേ ട്രെയിനിൽ കൈ തന്ന് ഹെൽപ്പ് ചെയ്തത്. അതിനുള്ള മറന്നു തന്നെ. ആ, താനായിരുന്നു. തന്റെ പേര് ഇന്ദ്രാന്ന? വളരെ നല്ല പേര്. താങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഫാനാ ഞാൻ. അല്ല, എന്റെ പേരും ഫോൺ നമ്പറും ഒക്കെ എങ്ങനെ മനസ്സിലായത് എനിക്ക്? എന്റെ അടുത്ത് തന്നെ ഇയാളുണ്ടല്ലോ. എന്റെ അടുത്തോ? ഇന്ന് രാവിലെ ട്രെയിനിൽ വെച്ച് ഇയാളുടെ ഐഡന്റിറ്റി കാർഡ് മിസ്സായി എന്റെ ബാഗിൽ തന്നെയാ വീണത്. അതെയോ? മിസ്സായത് ഞാൻ അറിഞ്ഞതേയില്ല. ഇയാളുടെ ഓഫീസിൽ കൊണ്ട് തരാൻ പറയട്ടെ? നോ 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 നോ. ID കാർഡ് പോലുള്ള ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഒന്നും ആരുടെ കയ്യിലും കൊടുത്തു വിടരുത്. ഞാൻ നേരിട്ട് വാങ്ങിക്കോളാം. താനിപ്പോ എവിടെ ഉള്ളത്? ഈവനിങ് 5 o'clock ഞാൻ തന്നെ കൊണ്ട് തരട്ടെ? ശരി, 5 o'clock. ഓക്കെ. ഓ, ഇനിയുണ്ട് 6-7 മണിക്കൂർ. നല്ല പ്രായത്തിൽ തോന്നേണ്ട കാര്യങ്ങളാ. ഹായ്, സോറി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിച്ചു ഏയ്, ഇപ്പഴാ വന്നു. ഐഡന്റിറ്റി കാർഡ്. താങ്ക്സ്. ഈ ആളും 2 കാര്യങ്ങൾ എന്റെ അടുത്ത് മിസ് ചെയ്തിട്ട് പോയി. എന്താ അത്? ഒന്ന് ദേ ഇത്, പിന്നൊന്ന് മുടി ബട്ടൺ സെറ്റ്. ശരി, ഇയാള് മിസ് ചെയ്ത് പോയത് ഞാൻ തിരിച്ചു തന്നു. ഞാൻ മിസ് ചെയ്ത് പോയത് ഇയാൾക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. അത് സത്യം, കഴിയില്ല. ഈ കോലത്തിലെ ഓഫീസിൽ പോയത് എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ കാണാതിരിക്കൂ? എന്താണെന്നും ചോദിച്ചു. ഷർട്ടിലൊരു പുതിയ ഡിസൈൻ ആണെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. ഭക്ഷണത്തിൽ മുടി കണ്ടാൽ ബന്ധം ദൃഢമാവുന്ന കേട്ടിട്ടുണ്ട്. ബട്ടൺസിന്റെ കാര്യത്തിൽ തന്നെ ആവും. അതായിരിക്കും നമ്മൾ അടിക്കടി കണ്ടുമുട്ടുന്നത്. വൈ നോട്ട്? എനിവേ ആള് നല്ല സ്മാർട്ട് ആണല്ലോ. ഇനി കുറച്ച് എക്സസൈസ് കൂടി ചെയ്ത് കുറച്ചുകൂടി ട്രിം ആയിക്കൂടെ? ഇതുവരെ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ താൻ പറഞ്ഞില്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ദിവസം ഇവിടെ വരാറുണ്ട്. നാളെ മുതൽ ഇയാളും വാ, നമുക്ക് കാണാം. എനിക്ക് സമയായി. I got to go now. See you tomorrow. Okay, bye bye. ആ ലിപ് കാർഡ് എനിക്ക് അയച്ചു തന്നെ ഇവിടെ തന്നെ ആയിരിക്കും. എന്തായാലും വളരെ നല്ല കുട്ടി. അളിയാ, ഈ കുളത്തിൽ ഇറങ്ങിയപ്പോ നമ്മുടെ പൊട്ടക്കുളത്തിന്റെ ഓർമ്മ വരുന്നതാ. എരുമകൾക്കൊക്കെ ആ കുളം ഓർമ്മ വരും. ചുമ്മാ അറിയടാ, കുട്ടിക്കാലത്ത് നമ്മൾ മുങ്ങാൻ കുഴിയിട്ട് കളിക്കില്ലേ, അതുപോലെ കളിക്കാവടാ. ഇവിടെ ഞാൻ മുങ്ങാൻ പോവാ, നീ പിടിക്കണം കേട്ടോ. നീ പിടിച്ചാ നിനക്കൊരു ഗിഫ്റ്റ് ഫ്രീ. തീറ്റയോ ഓസില്. ആ, നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരികയോ? ആ ഒളിക്ക്. ശരി, സത്തു ദുവാ ദിഗാ. എന്താ ഇത്? എടാ, മലയാളം 1 2 3. മലയാളവും ശരിക്കറിയത്തില്ല. അതിന്റെ ഇടയിൽ അവന്റെ ഒരു മലായി. നിന്നെ മുങ്ങിയോ? ദേ വരുന്നു. എന്താടാ എന്നെ പിടിക്കാൻ പറഞ്ഞു? നീ പെണ്ണ് പിടിക്കുന്ന? ഞാനൊന്നും ചെയ്തില്ലടാ, താനേ വന്ന് കേറിയോ? ഞാൻ വന്ന് കേറിയതല്ല, നീ എന്നെ പിടിച്ചേ. ഞാൻ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചിരുന്നതാ. വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ ശ്വാസം പിടിക്കുന്നത്? മൂക്കിൽ വെള്ളം കയറില്ലേ? ശ്വാസം അടക്കി പിടിച്ച കാര്യമാണ് പറയുന്നത്. കളിയാക്കുന്നോ? I take action against you. മാഡം, എക്സ്ക്യൂസ് മീ, ആദ്യം ബർത്തിൽ നിന്ന് താഴെ ഇറങ്ങും. അൺലിസ്റ്ററിൽ കയറിയതും പോരാഞ്ഞിട്ട് വാചം അടിക്കണം. ആരോട് സംസാരിക്കുന്നറിയോ? പെണ്ണോട് സംസാരിക്കുന്നു. പെണ്ണിനോടെന്ന് പറഞ്ഞിട്ട് ഇതിനോട് സംസാരിക്കണം. ശരിയാണല്ലോ. You dirty. ഞങ്ങളും ഡീസന്റ് ആളുകൾ തന്നെയാ. വേണമെങ്കിൽ കപ്പലിന്റെ മുഖ്യ ഒന്ന് ചോദിച്ചു നോക്ക്. I am the sole proprietor of the Nico Hotel. I am the operator of this operator. നിന്നെ കാറിന്റെ അടുത്ത് കണ്ടോളാം. എന്താണ് അത് കടുക് തെറിക്കുന്ന പോലെ പോകുന്നേ? മലേഷ്യയിലെ പെമ്പിളൊരു ഭയങ്കര ക്ലോസ് അല്ലേ? ആർക്കറിയണം മലയാണോ പുഴയാണോ? ആ, സമയായി പോ. എന്താന്ന്? നീ പോടാ. നീ മുങ്ങി മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ. എനിക്കും പെണ്ണ് കിട്ടും. I will try my luck. കിട്ടും കിട്ടും. കർത്താവേ, ഐശ്വര്യ റായുടെ ഐസ്, സുസ്മിത സെന്റെ സൈസ്, പ്രിയങ്ക ചോപ്രയുടെ ഹിപ്പ്, ഗുപ്താ മുഖിയുടെ ലിപ്പ്, ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ച് സെക്സി ആയിട്ടൊരു പെണ്ണെത്താ. കർത്താവേ, ഇവിടെ പാസ്പോർട്ട്. പാസ്പോർട്ട് സാർ, പെർമനന്റ് ആയിട്ട് ടിക്കറ്റ് തരാം. ഓക്കേ. ചേച്ചി, എന്തിനാ എന്നെ എടുത്തത്? പറയ്. അല്ല, വെള്ളത്തിൽ തൂക്കിയെടുക്കുമ്പോഴാണോ വെയിറ്റ്, വെറുതെ തൂക്കിയെടുക്കുമ്പോഴാണോ വെയിറ്റ് എന്ന് നോക്കിയതാ. അതെന്തിനാ? അല്ല, ഒരാളെന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തൂക്കിയെടുത്തു. ആരാ അത്? മലയക്കാരനോ ചൈനക്കാരനോ?
ഓ നിന്റെ നാട്ടുകാരൻ തന്നെയാ? മലയാളിയാ? ഇന്ത്യക്കാരനാ? ആ അതെ അതെ, മോരടൻ. ചേച്ചിയുടെ അമ്മയും അച്ഛനും ജനിച്ചു വളർന്നത് ഇന്ത്യയില്. മലേഷ്യയിൽ ചേച്ചി വളർന്നെന്ന് കരുതി അത് മാറുവോ? പക്ഷെ ചേച്ചിയുടെ സ്വഭാവം എല്ലാം ഞങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികളെ പോലെ തന്നെയാ. അതിരിക്കട്ടെ, അവനെ കുറിച്ച് ഇത്രയും പറഞ്ഞില്ലേ, അവനെ ചേച്ചിക്ക് ഇഷ്ടായോ? ഇല്ലില്ല, എന്തോ ഉണ്ട്, പക്ഷേ പേടിയുണ്ട്. എന്ത് പേടി? കള്ളം പറയുന്നേ. എന്ത് കള്ളാ പറഞ്ഞത്? ജോലി ചെയ്യുന്ന ഹോട്ടല് അവന്റെ സ്വന്തമാണെന്ന് കള്ളം പറയുന്നു. ആ, ഞങ്ങളുടെ നാട്ടിലെ ചെക്കന്മാരൊക്കെ അങ്ങനെയാ. ചുമ്മാ ആളാകാനായി കള്ളം പറയും, പക്ഷെ മനസ്സിലൊന്നും ഉണ്ടായില്ല. എന്താ ചേച്ചി, മുമ്പ് നടന്നതുപോലെ എന്തെങ്കിലും നടക്കുമെന്ന് ഭയമുണ്ടോ? അയ്യോ സോറി ചേച്ചി, അതെല്ലാം മറന്നേക്ക്. ഇപ്രാവശ്യം എല്ലാം നല്ലതേ നടക്കൂ. ഒരു നിമിഷം ചേച്ചി, ചേച്ചി ഒന്നോർത്ത് വിഷമിക്കണ്ട. ഈ പാലക്കാട്ടുകാരി മീനാക്ഷി പറഞ്ഞ അത് അതുപോലെ തന്നെ നടക്കും. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോ ഇടുപ്പിൽ കൈവച്ചോ? ഇല്ല. അവിടെ ഇവിടെ കൈവച്ചോ? ഇല്ല. ഒരു നല്ല ചെക്കൻ ഇങ്ങനെയുള്ള ചീത്തക്കാര്യങ്ങളൊന്നും ചെയ്യാൻ മുതിരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ചെക്കന് വേണ്ടി ഇപ്പൊ തന്നെ പാസ് മാർക്ക് ഇടുക ഞാൻ. 135. ഓക്കെ? എന്താ മീനാക്ഷി, ഞാൻ ഓർത്തേ ഉള്ളൂ, പഴയ പോലെ മാർക്കിടാൻ തുടങ്ങിയല്ലേ? അല്ല, ചേച്ചിക്ക് ആരെയോ ഇഷ്ടായെന്ന്. എന്ത്? അതെയോ? കെയർഫുൾ ഡാ. യു ഓൺലി ഹേർട്ട് യുവർസെൽഫ്. ഡോണ്ട് വറി പപ്പ, ഐ വിൽ ബി ഫൈൻ. ഓക്കേ, ടേക്ക് കെയർ, Okay. തിങ്ക് ഇറ്റ് ഓവർ. ബൈ. ബൈ ഡാ. എന്താ പറഞ്ഞത് ചേച്ചി? ഒന്നുമില്ല, ധൈര്യമായിട്ട് പ്രേമിച്ചോളാണ് പറഞ്ഞത്. എത്രയൊക്കെ മിടുക്കനാണെന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിൽ എല്ലാവരും ശരാശരി മനുഷ്യർ തന്നെ. നീയോ അതെ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായിക്കൊണ്ടിരിക്കല്ലേ. അല്ല, നല്ലപോലെ മലയാളം പറയുന്നുണ്ടല്ലോ. മലയാളി പെണ്ണ അതോ എന്നെ പോലെ ജോലിക്കായിട്ട് വന്നാണോ? ഇല്ല, ഞാനൊരു മലയാളി മലേഷ്യൻ പെണ്ണ്. എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അനിയത്തി സ്റ്റേറ്റ്സിലാ പഠിക്കുന്നത്. അപ്പൊ ആ ലാലാന്ന് പറയുന്ന കൂട്ടര് നീയും അങ്ങനെ തന്നെ? ഓക്കെ ലാ, ടേക്ക് കെയർ ലാ, താങ്ക്സ് ലാ, ഇങ്ങനെ പറയാ. സേ ഗംഭീര സംഗൻ ബത്താമു ഡംഗന്യു ടെക്കാട്ട് സ്റ്റേഷൻ ഗെറ്റിയപ്പ് സബാദിയോ തലാങ് സായ പര സഹബത്താൻ നിനി സായം ഹറപ്കൻ ധരിയു. എന്താ 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 ഇപ്പൊ എന്താ പറഞ്ഞത്? മലയ ഭാഷയിലെ ഇയാള് നല്ലവനാന്ന് പറഞ്ഞ. താങ്ക്സ്. ഇങ്ങനെ ഒരു നല്ല പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കാലത്ത് തീർച്ചയായും ജോഗിങ്ങിന് വരണം. ഓക്കെ, ഓക്കെ, ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. കാലത്ത് തീർച്ചയായും ജോഗിങ്ങിന് വരണം. വന്നിരിക്കും. എന്റെ പാസ്പോർട്ട് ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ ദൈവമേ. ഇവൻ എവിടെ വെച്ചിട്ടുണ്ടാവും? അവിടെ തന്നെ ഇവിടെ മലേഷ്യയിലും മഴ ചെയ്ത നാട്ടില് മലപ്പുറത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും തോന്നുന്നു. ശക്തി ഇന്നും ജോഗിങ്ങിന് പോകാറുണ്ടല്ലോ, അറിഞ്ഞാ കുഴപ്പവും. ഐഡിയ. ശക്തി, ആരുടെ ഈ കൊച്ചു എളുപ്പം കാലത്ത്? ശക്തി, ശക്തി. സീനിയർ, എന്താ സീനിയർ വെളുപ്പം കാലത്ത്? വാ ജോഗിങ്ങിന് പോവാം. ജോഗിങ്? ആ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഉറങ്ങുക, അല്ലാണ്ട് അപ്പൊ നീ ഇങ്ങോട്ട് ഇങ്ങനെ വരൂ. ഞാൻ പോവാ. അടക്കടക്കത്. ഇങ്ങേർക്ക് ഇത് വന്നിരുന്നു, ഉറങ്ങണേ. ആ അതാ വരുന്നു. വീട്ടിൽ നിന്ന് എടുത്തു തന്നോ? ആ, പൈസ അയച്ചോ? അയച്ചു, ഇന്നലെ അയച്ചു. കുറച്ച് താമസിച്ചു പോയില്ലേ? ആ,
ഈ സമയത്തിനല്ല അന്ന് കണ്ടത്. ഇന്ന് വരൂ. ഇതും കൂടെ ഉണ്ടല്ലോ. എങ്ങനെ മാനേജ് ചെയ്യണം? കണ്ടില്ലല്ലോ. ഇന്ന് വരൂ. വരാതെ എവിടെ പോവാൻ? ഹോ, ഇങ്ങേര് കൂടെ ഉണ്ടല്ലോ. ഇന്ന് അവളോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ. ഇയാളെങ്ങാനും അത് കണ്ടു കഴിഞ്ഞാൽ ആരാ ഏതാന്നൊക്കെ ചോദിക്കും. ഇയാൾ ഒഴിവാക്കി വിടണ്ടായിരുന്നു. ചതി പറ്റിയല്ലോ. ട്രെയിൻ വരാറായോ സീനിയർ? ട്രെയിൻ വന്നല്ലോ സീനിയർ. അടുത്ത ട്രെയിൻ. ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ പറഞ്ഞു. അതാ സീനിയർ നമ്മുടെ ഒരു ഒത്തൊരുമ. അവളെയാണെങ്കിൽ ഇവിടെ കാണുന്നില്ലോ. കാണുന്നില്ലല്ലോ. എവിടെ പോയോ? ശക്തി, ഒരു ഐഡിയ. എന്ത്? ഞാൻ ഈ ട്രെയിനിൽ പോവാന്ന് വിചാരിക്കുന്നു. നീ എന്ത് പറയുന്നു? എന്നാ ശരി, പോ. ശരി, അപ്പൊ പോ. എന്തിനാണ് സാർ തേടണത്? ഒന്നുമില്ല, ഒരു പേപ്പർ പറഞ്ഞു പോയോ നോക്കിയതാ. പറന്നു വന്നത് പേപ്പറാ അതോ ഇതന്നെ? ആ അതന്നെ. തമിഴിൽ ഇതിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത തെറിയാണ് കേട്ടാ. ഇതെന്തിനാണ് ഇത്ര സീരിയസ് ആയിട്ട് അന്വേഷിക്കണത്? ഇത് സാധാരണ മുടിയല്ല, ആനമുടിയാ. ഓ, ആന എപ്പോഴാണ് മുടി പിന്നിക്കെട്ടാൻ തുടങ്ങിയത് ഇത്രയ്ക്ക് നീളം വരാൻ? മലേഷ്യയിലേക്ക് ആന അങ്ങനെ. മലേഷ്യയിലെ ആന ഷാമ്പു ഉപയോഗിച്ചാണോ കുളിക്കണത്? സംഗതി നല്ല സോഫ്റ്റ് ആണല്ലേ. ഈ ആന ബ്ലീച്ച് വരെ ചെയ്യും. അതാ ഗോൾഡൻ കളർ ആയിട്ടിരിക്കുന്നത്. പോയി ജോലി നോക്ക്. നമ്മുടെ നാട്ടിലെ ആനകൾ എണ്ണ തേക്കാൻ പോലും കാശില്ലാഞ്ഞിട്ട് മതം പൊട്ടി ഇടയ്ക്കിടയ്ക്ക് പാപ്പാനെ ചവിട്ടി കൊല്ലുകയാണ്. നമ്മുടെ അടുത്താണ് കഥ ഇറക്കുന്നത്. പറഞ്ഞു പോകാൻ. ദാ പോയി 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 എലീസ എലീസ. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? Got it. Connect me to the MD. Sir, I am Santosh here. Sir, shall I leave in the afternoon? Sir, thank you, sir. സർ, ഇന്ന് എനിക്ക് ലീവ് വേണം. ഒരു അർജന്റ് വർക്ക് ഉണ്ട്. നാളെ വരാം സർ. Okay. ബൈ Okay. സർ. ബൈ. ലവി, സാർ ഞാനൊന്ന് ഉച്ച കഴിഞ്ഞ് ലീവാ. എന്തൊരു നമുക്ക് വൈകിട്ട് കാണാം. എന്തൊരു സാർ വന്ന് കയറിയില്ല, അതിന് മുമ്പ് ലീവാ? ദേഹത്തിന് നല്ല സുഖമില്ല. സുഖമില്ലാത്തത് ശരീരത്തിനാണോ അതോ മനസ്സിനാണോ? രണ്ടിനും. എന്താ? അല്ല, ഇല്ല, ഒന്നുമില്ല, ചുമ്മാ. ഹലോ. ഹലോ, കം ഇൻ, ഹാവ് യുവർ സീറ്റ്. എന്തേ വഴി? എന്തെങ്കിലും മിസ്സായോ? അങ്ങനൊന്നുമില്ല. അല്ല, എന്നെ കാണാൻ വന്നതല്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. അല്ല, അടുത്തൊരു ഓഫീസർ വന്ന അപ്പോഴാ ഓർമ്മ വന്നത്. ഒന്ന് കണ്ടിട്ട് വന്നു തിരിച്ചു. ഹലോ, Yes, sir. ഇന്ദിര പ്ലീസ്. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. ഐ ഇൻഫോം ഹർ. താങ്ക് യു. ഓക്കേ, കൂൾ ഡ്രിങ്ക്സ് ഓർ ഹോട്ട് കോഫി? ഒന്നും വേണ്ട. ജസ്റ്റ് മിനിറ്റ്. ഹലോ. ഓ, യാ യാ. ഓ, ജസ്റ്റ് 10 minutes. ബൈ. No, no, no. Yeah, give me a minute. I'll be down there. Bye. സോറി ട്ടോ, ഒരു ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ്, It's okay, it's okay. നമുക്ക് താഴെ പോവാം. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്? ഇല്ലില്ല, ആരോ പെട്ടെന്നൊരു ഗസ്റ്റ്, അത്രേ ഉള്ളൂ. Then ഇനിയൊരു തവണ വാ, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. of course. ഇങ്ങനെ
പെട്ടെന്ന് വന്ന് സഡൻ സർപ്രൈസ് ആയിരുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിവേ ഐ എം സോ ഹാപ്പി. നമുക്ക് സം ടൈം ഈവനിങ് മീറ്റ് ചെയ്യാം. Okay. നോ പ്രോബ്ലം. ടേക്ക് കെയർ ലാ. Bye. ഓക്കെ. യെസ് സർ. എക്സ്ക്യൂസ് മീ ലീന, ആരെ കാണാൻ വന്നിരിക്കുന്നേ? ഹായ്. ഹലോ. എന്താ ഇവിടെ? ഹൗ ആർ യു? ഫൈൻ. തന്നെ കാണാനാ വന്ന്. എന്നെ കാണാനോ? എന്താ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ വിചാരിച്ചിരുന്നു. സത്യമാണോ? അങ്ങനെ തന്നെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ, ഞാനന്ന് തട്ടി വീണപ്പോ ഒരു സ്പ്രേ തന്നില്ലേ ആഹാ. വേദന മാറ്റാൻ. Okay. സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്തോട്ടോ. ശരിയായോ? പിന്നെ വേദനയൊക്കെ മാറി. തന്റെ കൈപ്പുണ്യം Very വേദന good. പറ തുറന്നു. ആ, ഇന്നെനിക്ക് ഓഫാ. ആഹാ. തനിക്കൊരു ട്രീറ്റ് തരാമെന്ന് കരുതി. എന്തിനാ ട്രീറ്റ്? എന്റെ കാല് ശരിയാക്കിയില്ലേ അതിനാ. താങ്ക്സ്. പക്ഷെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. ലേറ്റ് ആകും. സാരമില്ല. ഓക്കെ ലാ, അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഞാൻ വന്നേക്കാം. ബൈ. ആഹാ. ആനന്ദം പെണ്ണിനുള്ളിൽ അടക്കി വച്ചു, ആണിന്നായി അവളെ ഇങ്ങു അയച്ചു വച്ചു. എപ്പാൾ മനസ്സിൻ കൂട്ടിൽ തിരിച്ചേ കേറാൻ കൂട്ടായി തക്കിളിയേ നിന്മായ സ്പർശമടി. ആനന്ദം പെണ്ണിനുള്ളിൽ അടക്കി വച്ചു, ആണിന്നായി അവളെ ഇങ്ങു അയച്ചു വച്ചു. ഇനി പറയൂ സീനിയർ, എന്തിനാ ഈ പാർട്ടി? ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. അത്രയ്ക്ക് വലിയ ഹാപ്പിയോ? എന്താ കാര്യം? എനിക്കറിയാടാ, കമ്പനിയിൽ 300 വെള്ളി ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. അതല്ല അതല്ലടേ, സാറിന്റെ ഒരു പെങ്ങടെ കല്യാണം ഇവിടെ കഴിഞ്ഞില്ലേടേ, അവർക്ക് എന്താ വിശേഷം ഉണ്ടെന്ന്. അല്ല അനിയന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കും. അതുമല്ല. അപ്പൊ നാട്ടിൽ സ്ഥലം വല്ലതും വാങ്ങിച്ചാ? അതൊന്നുമല്ല. ആളെവിടെ? ഞാൻ പോവാ. ഇരിക്കേ. പിന്നല്ലാണ്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലോ. കല്യാണത്തിന് പെണ്ണ് നോക്കിയാ? എടാ, ഞാൻ നമ്മുടെ ഓഫീസിലെ എൽസയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് confirm ആയി. എന്താണ് അവിടെ ഒരു രഹസ്യം? ഒന്നുമില്ല, ഫോറിൻ സാധനം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. അടിച്ചു പൊളിക്ക്, നന്നായിട്ട് അടിച്ചു പൊളിക്ക്. ഇതാണ് ദൈവത്തിനോട് ഒരുത്തൻ ചോദിച്ചത്. എന്തോന്ന്? ജനനത്താൽ ഉളവാവതൊരുവൻ കേൾക്കെ, ജനിച്ചുകൊണ്ട് അറിഞ്ഞിടുവാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ ജനിച്ചാ എന്ത് നടക്കുമെന്ന് ഭഗവാനോട് ഒരുത്തൻ. ജനിച്ചു നോക്കാൻ പറഞ്ഞു ഭഗവാൻ. സൂപ്പർ സൂപ്പർ. മരണത്താൽ ഉളവാവതൊരുവൻ കേൾക്കെ, മരിച്ചുകൊണ്ട് അറിഞ്ഞിടുവാൻ പറഞ്ഞു. മരിച്ചാൽ എന്ത് നടക്കുമെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു മരിച്ചു നോക്കാൻ. പിന്നെ ജീവിത സുഖം എന്തെന്നൊരുവൻ കേൾക്കെ, ജീവിച്ചറികെന്ന് പറഞ്ഞു ഭഗവാൻ. എന്ന് വെച്ചാ ജീവിതത്തിന്റെ സുഖം എന്താന്ന് ഒരുത്തൻ ചോദിച്ചു. അപ്പൊ ജീവിച്ചറിയാൻ പറഞ്ഞു ഭഗവാൻ. ദൈവം എന്താ കളിക്കണം? ചുമ്മാ ജനിച്ചു നോക്ക്, മരിച്ചു നോക്ക്, ജീവിച്ചു നോക്ക് എന്ന് പറഞ്ഞ ദൈവം എന്തിനാ പിന്നെ? ഇത് തന്നെയാണ് അവനും ദൈവത്തോട് ചോദിച്ചത്. എന്തൊരു കേട്ടത്? നിക്ക് പറയാം. അനുഭവം താൻ ജീവിതമെന്ന് അറിവെങ്കിൽ ഭഗവാനെ നീ എന്തിനാണെന്ന് അവൻ കേൾക്കേ. എന്നുവെച്ചാ? എല്ലാ കാര്യം അനുഭവിച്ച് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ ആവശ്യം എന്താന്ന്? അത് ചോദ്യം അതാണ്. എന്നിട്ട് ഈശ്വരൻ എന്തൊരു പറഞ്ഞു? എന്താ പറഞ്ഞു? പറയ് സീനിയർ. നിക്കടാ. എന്താ പറഞ്ഞു സീനിയർ? പ്ലീസ് പറയ് സീനിയർ. നല്ലപോലെ ആലോചിച്ച്. പ്ലീസ് ബാക്കി പറ സീനിയർ. എന്നോടെങ്കിലും ഒന്ന് പറ സീനിയർ. സീനിയർ എന്നോടെങ്കിലും ഒന്ന് പറ സീനിയർ. ബാക്കി ഞാൻ നാളെ പറയാം. പറയ്. നന്നായിട്ട് ഉറക്കം വരുന്നു. എന്താ പറഞ്ഞു? ദൈവം എന്താ പറഞ്ഞു? ആലോചിക്കുന്നു. ഓക്കെ ഗൈസ്, ഗുഡ് ഇതാ ഞാൻ നൈറ്റ്. പറഞ്ഞത്. ചുമ്മാ ഉറങ്ങുന്നവനെ എണീപ്പിച്ചെടുത്ത് കടങ്കഥ പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോയി. ഇപ്പൊ എന്റെ കെക്കും പോയി ഉറക്കവും പോയി. മര്യാദക്ക് പറഞ്ഞ എന്താ? ഒന്ന് മിണ്ടായിരടാ. സീനിയർ പറഞ്ഞ അതിലെന്തെങ്കിലും കാണും. നിന്നെ കാട്ടുപോത്തെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തൊരു വെയിറ്റ് ആണ് എന്റെ അമ്മോ. എല്ലായിടത്തും തിന്നാടാ, കസ്റ്റമറിന് വേണ്ടി വരും. ചുമ്മാ അരിയടാ.
ചിക്കനിൽ ഉപ്പ് കുറച്ച് കുറവാണല്ലോ. തിന്നുന്നതേ ഓസില്. ഇനി ചിക്കൻ ഉപ്പ് കൂട്ടി തരാത്ത കുഴപ്പമുള്ളൂ. ആരെങ്കിലും കാണും, നോക്കിയോ. ഡാ, കാലങ്ങളായിട്ട് അവരുടെ കണ്ണ് ഇത്രേ തുറന്നിട്ടുള്ളൂ. ബാക്കി തുറക്കുന്നതിനിടയ്ക്ക് ഞാൻ ഫോൺ അടിക്കുന്നു. ആ എടുക്ക്. ഹലോ. യാ യാ ഷുവർ യാ. ഡാ, MD-യുടെ ഗസ്റ്റിനെ ഒന്ന് തിരുമ്മി കൊടുക്കണം. ഞാൻ പോയിട്ട് വരാവേ. നീയാണോ തിരുമ്പാൻ പോകുന്നത്? അതെന്ത് പറയാനാടാവേ. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് ചോദിച്ചു. തമാശയ്ക്ക് മർമ്മവും കളരിയും ഒക്കെ അറിയാന്നങ്ങ് അടിച്ചു വിട്ടു. അന്ന് തൊട്ട് MD കണ്ട തെണ്ടികൾക്കൊക്കെ തിരുമ്മി കൊടുക്കാൻ പറയാ. ഞാൻ പോയിട്ട് വരാവേ. നീ എന്തിനാണ് വരുന്നത്? ഇവിടെ നിന്ന് അവരുടെ ചിക്കൻ്റെ കൂടെ ഇട്ട് വറക്കും. നിന്നെ ചിക്കന്റെ കൂടെ അല്ല വറക്കുക, പന്നിയുടെ കൂടെയാ. പന്നിയോ? അളിയാ, ചിലപ്പോ പെടാ പാത്തി ആയിരിക്കും. പൈസ കിട്ടാൻ എനിക്ക് പാതി തരണേ. ഒന്ന് മിണ്ടാവാടാ. നമുക്ക് റൂം മാറി അളിയാ, റൂം മാറി. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇല്ല. ജോലി പോകും. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല. അന്ന് നിങ്ങൾ കണ്ട ആള് ഞാനല്ല. ഇവന്റെ കൂടെ കണ്ട ആള് ഞാനും അല്ല. ആയിപ്പോയി. നീ ആദ്യം പുറത്തു പോ. തിരുമുന്നതില് ഞാൻ ഇവന്റെ ഗുരുവാ, ഇവന്റെ ഒരു ശിഷ്യനാ. ഞാനും ഇവന്റെ കൂടെ ഉണ്ടെങ്കിൽ തിരുമുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പോകുന്നില്ലയോ? വേഗം വെളി പോടാ. നീ അവളെ തിരുമിയാലും ഇല്ലെങ്കിലും അവള് നിന്നെ തിരുമും ഉറപ്പാടത്തേണ്ടി. മാഡം, എവിടെ തിരുമണ്ടെന്ന് പറഞ്ഞാൽ വെളിയിൽ പോകാൻ പറ. ഹാഫ് റോഡ് പോയല്ലോ. ബാത്റൂമിൽ ഒളിഞ്ഞിരിക്കുക. ഓ സോറി, ബാത്റൂം ആയിരുന്നു അല്ലേ. ഞാൻ അടുത്ത മുറിയാണ്. കൊലക്ക് കൊടുത്തിട്ട് പോവും. മാഡം, എന്റെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് എന്നോട് നോണ പറയുന്നോ? നീയാണോ ഈ ഹോട്ടലിന്റെ ഓണർ? അല്ല, നിനക്ക് മർമ്മമൊക്കെ അറിയാലേ. വാ, ഇരി. ഇതെന്തിനാ ഇപ്പൊ? എണ്ണ ചൂടാണോ? എടുക്ക്, തിരുമ്മിത്താ. എവിടെ? കിടക്ക്. എവിടാന്നാ പറഞ്ഞേ? ഇവിടെ. എന്താ കളിയാക്ക? 100-ൽ 50 മാർക്ക്. ഇടുപ്പിൽ തിരുമ്പുമ്പോ കൈ അവിടെ ഇവിടെ വെച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നല്ല ചെക്കന്മാര് ഇങ്ങനെയുള്ള ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യുകയില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇയാൾ അങ്ങനെ ചെയ്യില്ല. ഇയാള് ആ ടൈപ്പല്ല. ആഹാ, അത്രക്കായോ? അപ്പോ 60 മാർക്ക് ഇടാം. രാജുട്ടാ, എന്റെ ഓർമ്മശക്തിയെ പറ്റി നീ എന്തരടേ നീ വിചാരിക്കുന്നു? എന്നെ രാജു എന്ന് വിളിച്ചപ്പോഴേ നിന്റെ ഓർമ്മശക്തി അപാരമാണെന്ന് മനസ്സിലായി. താങ്ക് യു. പക്ഷെ എന്റെ പേര് രാജു അല്ല, ചാണ്ടി. അന്ന് ബാറി വെച്ച് അച്ചാറിനൊക്കെ സ്പൂൺ അടിച്ചു നീയല്ലേ? അതെ അടിപൊട്ടാരോ മഞ്ഞസഞ്ചി കണ്ടില്ലേണ? തന്നെ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. ഓർമ്മ വന്നല്ലോ. അപ്പൊ ആ ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ മെമ്മറിയിൽ ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ചെയ്തു കഴിഞ്ഞു കേട്ടാ. ഡേയ്, എന്തിനടേ നിന്നെ അവന്മാർ എന്തിനാടാ ഈ മൊന്ത? കട്ടപ്പറ്റൂടാണ ഇരിക്ക സെറ്റപ്പ് കിട്ടി, ആൽമര കിട്ടി, ഇതൊന്നു മാത്രം ബാക്കി. ഇപ്പൊ ഇത് കിട്ടി. ഡേയ്, എന്തിനടേ പലചരക്ക് ലിസ്റ്റ് പറയണ പോലെ പറയണത്? പഞ്ചായത്ത് കണ്ണാ, മലേഷ്യയിൽ എവിടെ പഞ്ചായത്ത്? ഞാൻ സെറ്റപ്പാക്കി. എടാ മഹാഭാവി, തമിഴ് സിനിമയിൽ ആൽമരത്തിന്റെ ചോട്ടിൽ വെള്ളമുണ്ട് ഷർട്ടോട്ട് 4 പേര് ചേർന്ന് പഞ്ചായത്ത് നടത്തും. അത് ഇവിടെ തുടങ്ങി. ഇവിടെ എന്ത് പഞ്ചായത്ത്? മലേഷ്യ പഞ്ചായത്ത്. ബ്ലേഡ് പണം കൊടുത്തത് ഒരു ചെറിയ പ്രശ്നം. അയ്യോ, ബ്ലേഡ് കമ്പനിയുടെ മാറ്റർ നീ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തോടെ? എവിടെ കക്ഷത്തൊരു ഡയറിയും കൂടെ 2-3 ഗുണ്ടകളും ഒക്കെ കാണുമല്ലോ. എവിടെ അതൊക്കെ? പണം വാങ്ങാൻ പോകുമ്പോ അവർ വരും. ഡേ, പഞ്ചായത്തിലെ തലവൻ ആരുടെ? നമ്മ നാട്ടാമത്താ. മലേഷ്യയിൽ നാട്ടാമയോ? അതേടേ, 11 ഇവിടെ ഒരു സെറ്റപ്പ്. ആര് കസേരയൊക്കെ ഉണ്ടെങ്കിലും തറയിലിരുന്ന് പഞ്ചായത്ത് പറയുന്ന? മലേഷ്യക്ക് വന്നதுக்கு അപ്പുറം അവർ തറയിൽ ഇരുന്നിട്ടേ ഇല്ല. എന്താണ് പറയുന്നത്? കസേരയിലേക്കാക്കി. അല്ല, അവന്മാരിപ്പോ മലായിൽ എന്താ ഒച്ചയിട്ടോണ്ട് പോയത്? നാട്ടാമേ, തീർപ്പ് മാറ്റ്. എടാ, സിനിമ കണ്ട് ഇവന് വട്ടായെന്നാ തോന്നുന്നത്. ഒരു കാര്യം ഉറപ്പാ, മിക്കവാറും ഇവൻ ഇവിടെ കുളമാക്കും. ഇവിടെ നിങ്ങൾ മാത്രമാണോ താമസം? അല്ല, കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. ഓ, പക്ഷെ ഇപ്പൊ ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കുക. യെസ്, കം ഇൻ. താങ്ക് യു. ലുക്സ് നൈസ്. താങ്ക് യു, പ്ലീസ്.
എന്താ ഇത് ആപ്പിൾ കൊണ്ട്? ഇതോ കണ്ടോ? ആ 1 2 3 എന്നാ ചൂടോടെ പിടിച്ചോ. എന്ത് ഡിഷ് ഇത്? തിന്നു നോക്ക്. So hot. നല്ല ടേസ്റ്റ് ആണല്ലോ. ഇതിനെന്താ പേര്? ആപ്പിൾ ബജി. ആപ്പിൾ ബജിയോ? ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇനി ഒരു ഡിഷും കൂടി ഉണ്ട്. ഇന്ദ്ര ഹാളിൽ പോയിരിക്കെ ഞാൻ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാം. ഓക്കേ. ആപ്പിൾ ബജി എന്ന് പറയുന്നു, ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നു. എന്തായാലും നിങ്ങളുടെ വൈഫ് ഭാഗ്യമുള്ളവളാ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ വൈഫ് ഭാഗ്യമുള്ളവളാന്ന് പറഞ്ഞേ. അത് നീ ആയിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇത് മിസ്റ്റർ സന്തോഷ് അല്ലേ? ഇത് മിസ്റ്റർ സന്തോഷ് അല്ലേ? നിന്നോട് ചോദിച്ചേ, ഇത് സന്തോഷ് അല്ലേ? അതെ, സന്തോഷിനെ ഇന്ദ്രയ്ക്ക് അറിയാവോ? Yeah, he's my friend. അപ്പൊ നേരത്തെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഒരു ദിവസം ട്രെയിനിന് വീഴാൻ പോയപ്പോ ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ സൗകര്യമായി, ഇവിടെ വന്ന രണ്ടുപേരും കാണാലോ. എന്ത് പറ്റി പെട്ടെന്ന്? ഇല്ല, ജ്യൂസ് കുടിക്കാം. താങ്ക് യു. പ്ലീസ് ഇവിടെ ഇരിക്കാം. എന്താ പെട്ടെന്ന് ഡള്ളായത്? ഇല്ല, ഒന്നുമില്ല, കുടിക്ക. ഇന്ദ്ര, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ അറിയുമെന്ന് സന്തോഷനോട് പറയണ്ട. എന്താ? ഞാൻ നാട്ടിൽ നിന്ന് വന്നത് മുതൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ചേട്ടനെ പോലെയാ. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഇതുപോലെ പെൺകുട്ടികളുടെ അടുത്ത് ഇടപെടുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമാവില്ല. ആദ്യം ലൈഫിൽ സെറ്റിൽ ആവും, അത് കഴിഞ്ഞ് എൻജോയ് ചെയ്യുന്ന പുള്ളി അടിക്കടി പറയും. ഈ കാര്യം പുള്ളി അറിഞ്ഞാൽ എന്നെ ആവശ്യമില്ലാതെ വഴക്കു പറയും. അതുകൊണ്ടാ സന്തോഷിനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കേ, നിനക്കത് പ്രശ്നമാണെങ്കിൽ ഞാൻ പറയില്ല. പക്ഷെ ഒന്നുണ്ട്, എന്റെ അടുത്ത് സന്തോഷിന്റെ കാര്യങ്ങളൊന്നും നീ ചോദിക്കരുത്. കണ്ടോ മിണ്ടിയോ എന്നൊന്നും ചോദിച്ചേക്കരുത്. ഓക്കേ? ഓക്കേ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വരൂ, ഞാൻ താഴെ കൊണ്ടുവിടാം. താങ്ക്സ് ഫോർ ദി ഡ്രിങ്ക്. അടിക്കടി ഇങ്ങനെ ഉണ്ടാവും. Some other time. നിങ്ങൾ തന്നെ അവരോട് ഒരു കംപ്ലൈന്റ് പറഞ്ഞാലേ ശരിയാവും. മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ. ഹലോ സന്തോഷ്. ഹലോ. ആ ഓക്കെ. എന്താ ഇവിടെ? ഫ്രണ്ടിനെ കാണാൻ വന്നതാ. മേളില്. എന്റെ വീട് മോളില. ഇവിടെയാ? അതെ. അല്ല, എനിക്ക് അവിടെ പോണ്ടേ. ഒരു കാപ്പി കുടിച്ചിട്ട് പോ. ഇല്ല, ഇപ്പൊ നേരായി. എനിക്ക് വീട്ടിൽ പോണം. Some other time. ഓക്കെ. ഓക്കേ. എന്താടാ? എവിടുന്നോ ഒരു വൃത്തികെട്ട മണം വരണല്ല. ഇന്ന് ഞാൻ കുളിച്ചു. നിന്റെ കാര്യമല്ലടേ പറഞ്ഞത്, അടുത്തെവിടുന്നോ ആണ് വരണത്. ആഹാ, ലോമാരുടെ സെറ്റപ്പ് കണ്ടിട്ട് അത്ര പന്തി അല്ലല്ലോടേ. അല്ലളിയാ, ചട്ടിയും കലമൊക്കെ വെച്ച് ചാരാൻ കാച്ചാണല്ലോ. യവന്മാരുടെ സെറ്റപ്പ് കണ്ട നമ്മുടെ നാട്ടിലെ പരിപാടി പോലാണല്ലോ. കറക്റ്റ്. ആണ്ടി നീയോ? ഇവിടുത്തെ സാധനം നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഞാനേ കാച്ചാരംഭിച്ചേ. ഏയ്, നിനക്ക് തന്നെ മോന്താനാണോ ഇത്രയും മാറ്റണത്? എനക്ക് മാത്രമല്ലേ, ഇവരൊക്കെ ആരാന്ന് വിചാരിച്ചത്? നിന്റെ കൂട്ടുകുടിയന്മാരാണോടേ? ചാറായം കാച്ചുമതി എപ്പടി ഒന്ന് പഠിക്കാൻ വന്നിരിക്കണേ. ഡേയ് ദ്രോഹി, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണേ നീ? അണ്ണേ, നമ്മ ഊര് നാളങ്കര, ഇവരും പഠിക്കട്ടെ. ആഹാ, നാടൻ കലയോട് എന്തൊരു സ്നേഹം. അതിരിക്കട്ടെ, ഈ ചട്ടിയും കലയൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ച്? വരുമ്പോതേ ഫ്ലൈറ്റിലെ കൊണ്ടുവന്ന അഴുകിയ പഴം, ബാറ്ററി, പല്ലി എല്ലാം റെഡി. പല്ലി എന്തിനാ? നീ ഉണ്ടല്ലോ. പോലീസ് വരും. ഞാനിപ്പോ വരാം. ஐயோ, எதுக்கு பயப்படுறதானா? இடக்கிடக்கு இங்க வரோம், காசு வாங்கும், அடிச்சிட்டு போயிட்டே இருப்பாரு. എടാ പണ്ടാരക്കാല, ഇവിടെയും കൊള ആക്കിയ. நான் கொடுத்துட்டு வர்றேன், ஒரு நிமிஷம். தம்பி, சாருக்கு 2 பாட்டில் பார்சல் பண்ணு. എടാ അളിയാ,
നമ്മുടെ നാടിന്റെ പേര് കളയാൻ വേണ്ടി ഇതുപോലെ എത്ര അവന്മാര് കേറി വന്ന് കാണും. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ നേരെയാക്കൂടാ? എന്നെ വിളിച്ചോ? വിളിച്ചു. എന്താ കാര്യം? എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. പറഞ്ഞോളൂ. ഈ റിംഗ് ഒന്ന് ഇട്ടുതരാമോ പ്ലീസ്? തോന്നി. എന്താ തന്നെത്താൻ ഇടാൻ അറിയില്ലേ? അറിയാം, പക്ഷേ കുറച്ച് വേദനിക്കും. ശരി, താ. ഇതെന്താപ്പാ ഇത്? കാതിൽ റിംഗ് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് കാതിലിടുന്ന റിംഗ് അല്ല. പിന്നെ ഇത് എവിടെ ഇടാന്? ഇവിടെയാ? എന്തൊരു കഷ്ടോ എന്റെ ദൈവമേ, ഇതെങ്ങനെ ഇവിടെ ഇടുന്നത്? എന്ത് ചെയ്യാനാ, പുതിയ ഫാഷനാ ഇത്. കാതില് കമ്മല്, കയ്യില് മോതിരം, അരയിൽ അറിഞ്ഞാണം. ഇതൊക്കെ മടുത്തു. ഇപ്പോഴത്തെ ഫാഷൻ ഇതാണെന്ന് വെച്ചോ. ഇല്ലെന്ന് പറഞ്ഞ എന്നെ വെറുതെ വിടുവോ? എനിക്ക് എന്റെ ജോലി വേണം. നല്ല ഫാഷൻ തന്നെ. അപ്പൊ അവിടെ തന്നെ റിങ്ങിട്ട് തന്നോ? ആ അതെ. വേറെ എന്ത് ചെയ്തു? വേറൊന്നും ചെയ്തില്ലടി. ഞാനൊരു സ്വപ്നത്തിൽ മുഴുകിപ്പോയി. പാവം. ആര്? എന്റെ നാട്ടുകാരൻ തന്നെ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണായിരുന്നു. ഇതിന് ഇങ്ങതാ 300 മാർക്കാ? എത്രയില്? 100-ല്. നിന്നോട്ടെ. അമ്മാവൻ കാപ്പി എടുത്തു. ഞാൻ കഴിച്ചു. മോനെപ്പോഴാ നാട്ടിലേക്ക് വന്നത്? ഇന്ന് തന്നെ തിരിച്ചു പോണം അമ്മാവൻ. ഉടനെയോ? ലീവ് കിട്ടണ്ടേ? പിന്നെ പെങ്ങടെ കൊച്ചിന്റെ എഴുത്തുനിരുത്തല്ലേ? അല്ല ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. അതേ മോനെ, നിന്റെ ക്ലാസ്മേറ്റ് ഇല്ലേ? അവന്റെ കുട്ടിയായത്. അരവിന്ദന്റെ മോളാ? അതേ മോനെ. മോളുടെ പേരെന്താ? ഇന്ദ്ര. 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 നല്ല പേര്. ചോരെടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടാ. കഴിച്ചിട്ട് പൊക്കോളൂ കേട്ടാ. ഏട്ടാ, മലേഷ്യയിൽ ഇപ്പൊ മണി എത്രയായി കാണും? ഇവിടെ ഇപ്പൊ 10 മണി, അവിടെ 2.5 മണിക്കൂർ മുന്നോട്ട് 12:30 മണിയെ കാണും. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. ഓഹോ. ആ എല്ലാവരും ഉറങ്ങി കാണും. ഹായ് ഇന്ദ്ര, എങ്ങനെയുണ്ട്? ബെറ്റർ ഡോക്ടർ. ആണല്ലേ? ആ പിന്നെ ഈ മെഡിസിൻസ് ഒക്കെ അതൊന്നും സാരമില്ല. നീ ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ധാരാളം പൈസ ചിലവായിട്ടുണ്ടാവും. 1 2 3 4 ഇതാ ആവശ്യമുണ്ട്. ഇനിയും ചോദിക്കണേ. നിങ്ങൾ പോയി വാങ്ങിച്ചോണ്ടോ, ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. പെട്ടെന്ന് ശരിയാവും, ധൈര്യമായിട്ടിരിക്കും. ഞാനില്ലേ? ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. അമ്മേ, ഞാൻ പറയാറില്ലേ മിസ്റ്റർ സന്തോഷ്? ഇതാ സന്തോഷ്. നമസ്കാരം. നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. എന്റെ മെഡിസിൻ ബില്ലും ഹോസ്പിറ്റൽ ബില്ലും എല്ലാം കൊടുത്തു. ഈ കുത്തിയവൻ ആരാ? എന്തായിരുന്നു അവന്റെ ഉദ്ദേശം? അവൻ ഞങ്ങളുടെ സ്വന്തക്കാരൻ പയ്യനാ. ഇന്ദ്രയെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് നാളായി ചോദിക്കുന്നു. ശരിക്കുള്ള പഠിപ്പില്ല, ഒരു ജോലിക്ക് പോകാറുമില്ല, ഒരു വരുമാനമാർഗവും ഇല്ലാതെ എങ്ങനെ കല്യാണം നടത്തി കൊടുക്കുക? കംപ്ലൈന്റ് ചെയ്തപ്പോ അറസ്റ്റ് ചെയ്തതാ. ഇന്നലെ കാലത്ത് വീട്ടിൽ വന്ന് വീണ്ടും ശല്യപ്പെടുത്തി. ഇന്ദ്ര അവനോട് ഞാൻ വേറൊരാളെ ലവ് ചെയ്യുന്നു, അയാളെ കല്യാണം കഴിക്കൂ എന്നൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞതാ. കല്യാണം കഴിക്കാനായിട്ട് മോൻ അവളോട് പറയണം. പറയാമേ, തീർച്ചയായിട്ടും ഞാൻ പറയാം. ആ മോളെ, ഡോക്ടർ ഇന്ന് തന്നെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് വരാം. ശരി അമ്മേ. പ്രിയ, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ഓക്കെ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടോ?
ചപ്പാത്തിക്ക് മാവ് കുടിക്കുന്നതിലെല്ലാം എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു. ഐ മീൻ നിങ്ങളുടെ ചീഫ് കുക്ക് പറഞ്ഞതാ. ദേ നോക്ക്, കിച്ചന്റെ ഉള്ളിലൊന്നും വരാൻ പാടില്ല. കറക്റ്റ്. നിങ്ങൾ പറയുന്ന റൂൾസ് എല്ലാം ഗസ്റ്റിന്, എനിക്കല്ല. എന്റെ പപ്പ ഈ ഹോട്ടലിന് വൺ ഓഫ് ദ പാർട്ട്ണർ. അതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വരും, ചിലപ്പോ ഡാൻസ് ചെയ്യും. കാണണോ? വേണ്ട വേണ്ട, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അന്ന് ആ നീന്തൽക്കുളത്തിൽ വെച്ചൊരു അബദ്ധം പറ്റിപ്പോയതാ. അതിനുള്ള ശിക്ഷയല്ലേ തന്നോണ്ടിരിക്കുന്നേ? ഇപ്പൊ നിങ്ങക്ക് എന്താ വേണ്ടത്? എന്നെ പാചകം പഠിപ്പിക്കോ? നിങ്ങൾക്ക് എന്തിനാ ഈ പാചകമൊക്കെ? ആദ്യം പഠിപ്പിക്കേ, പിന്നീട് പറയാം. ശരി വാ. ഇപ്പൊ എന്നെ എന്താ പഠിപ്പിക്കാൻ പോകുന്നേ? ആദ്യം ചൂടുവെള്ളം എങ്ങനെയാ ഉണ്ടാക്കണേന്ന് പറഞ്ഞുതരാം. അത് പഠിക്കാൻ വലിയ പാടാണോ? ഭയങ്കര പാടാ. എന്തരടേ നിന്റെ ടോട്ടൽ ഗെറ്റപ്പ് തന്നെ മാറിയിരിക്കണല്ലേ? പടിപ്പടിയാ മുന്നേറി ഇന്നേക്ക് ഞാൻ പാൽ കച്ചവടം തുടങ്ങാൻ പോവാണ്. ഇല്ല എലക്ഷനിലേ നിക്ക പോറേൻ. ഇലക്ഷനിൽ നിൽക്കാൻ മാത്രം വലിയ പുള്ളിയായി, അതും മലയാളി. നിനക്ക് പാസ്പോർട്ടേ ഇല്ലല്ലോ അവിടെ. അയ്യോ, ലെവനെയാടേ പറഞ്ഞത്. ലെവന് പാസ്പോർട്ട് ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതിന് നീ എന്തിനാണ് രാജു പേടിക്കണത്? രാജുവല്ല, ആ ശരി ചാണ്ടി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അഡ്മിഷൻ പെർമിഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കാണും. ക്യാഷ് തന്നാൽ ഞാൻ എല്ലാമേ അഡ്ജസ്റ്റ് പണി തരേ. അപ്പൊ തമ്പി ഞാൻ വരട്ടുമാ? നീ വരണ്ടേ. നിനക്ക് നല്ല ഉപകാരമുള്ള ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടിട്ട് അണ്ണൻ നിന്നെ ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോകും. നീ കൂടെ ചെല്ലേ. ചെല്ലടേ, ചെല്ല് ചെല്ല്. മക്കാമൻ പൊരിച്ചുമാ അടാസന. പോയിനടേ നായിന്റെ മക്കളെ. ഇനി ഇവിടെ വന്നാ രക്ഷയില്ല, ഓടിയേക്കാം. രക്ഷിച്ചോ, ഇന്ത്യയുടെ മാനം രക്ഷിച്ചോ. എന്തരടേ ഇത്? ഊരിയെടുത്തു. ഇത്ര പെട്ടെന്നാ? അവന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാൻ ഊരിയെടുത്തു. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു നല്ല കാര്യമില്ല ഞാൻ ചെയ്തത്. എന്തിനാ മോങ്ങുന്നേ? നിക്കട അവിടെ. എഴുത്തു വന്നു. നിന്റെ അച്ഛന്റെ കേഷം തന്നെയാ. അതെങ്കിലും ഓർമ്മയുണ്ടോ നിനക്ക്? അച്ഛന്റെ കണ്ണോപ്പറേഷന് പണം അയക്കാന്ന് പറഞ്ഞിട്ട് നീ അയച്ചില്ല. സ്വന്തം മോന്റെ അടുത്തൊന്നും കൈ നീട്ടി കെഞ്ചാനാകില്ലല്ലോ. അതുകൊണ്ട് വേദനയോടെ എനിക്ക് എഴുതിയിരിക്കുന്നു. അല്ല, 2 മാസമായിട്ട് നീ പണം അയക്കുന്നില്ലല്ലോ. എന്തേ? എന്താ നിനക്ക് ചെലവ്? ചോദിച്ച കേട്ടില്ലേ? എന്താ നിനക്ക് ചെലവെന്ന്? വാടക ഫ്രീ, ശാപ്പാട് ഫ്രീ, പിന്നെ എന്താ നിനക്കൂടെ ചെലവ്? നിന്നെ നല്ല നിലയിൽ കാണണമെന്ന് ആഗ്രഹിച്ച് നിന്റെ അച്ഛനെ ഇപ്പൊ കണ്ണു കണ്ടുകൂടാ. നീ എരുതിയിൽ കിടന്ന് വേഗരെന്ന് കരുതി ആരുടെയൊക്കെ കൈകാൽ പിടിച്ച് പണം ഉണ്ടാക്കി നിന്നെ ഇങ്ങോട്ട് അയച്ച നിന്റെ അച്ഛനോട് നീ ഇങ്ങനെയാണോ നന്ദി കാണിക്കുന്നത്? സ്വന്തം കുടുംബത്തെ മറന്ന് ജീവിക്കുന്നവന് ഒരിക്കലും ഗതി പിടിക്കില്ല. ഇനി പറയും, നീ എന്താ പണം അയക്കാഞ്ഞത്? ചോദിച്ച കേട്ടില്ലേ? എന്താടാ നീ പൈസ? മറുപടി പറയില്ലല്ലേ? മിണ്ടേയില്ല. ഇനി എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. എവിടെയെങ്കിലും പോ. ബഹുമാനപ്പെട്ട സന്തോഷ് സാർ അറിയുവാൻ ശക്തിയുടെ അച്ഛൻ എഴുതുന്നത്, കഴിഞ്ഞ 2 മാസമായി ശക്തി എനിക്ക് പണമോ കത്തോ അയക്കുന്നില്ല. അവനവിടെ കഷ്ടപ്പെടുകയാണെങ്കിൽ സാർ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. എൻ്റെ കാഴ്ചശക്തി ദിവസേന കുറഞ്ഞു വരികയാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. முகூர்த்தம் முடிய போகுது. எல்லாரும் சாப்பிட உட்கார்ந்து இருக்கா. நீங்க என்ன பண்றீங்க? போய் அங்க போய் கவனி போ. എന്താടാ ഇത്? ഈ ആസ്മയും പച്ചോടി തീയുടെ അടുത്ത് നീ എന്തെടുക്കുക? இல்லடா, சமையல் வேகம் முடிக்கணும், நல்லா இருக்கணும். இல்லன்னா ஏன் பேரு கேட்ட? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എണീറ്റ് വാ. വാ വന്നേ. അച്ഛന്റെ പേര് മോശമാകാൻ ഞാൻ അനുവദിക്കില്ല. വിഷമിക്കാതെ, ഞാൻ നോക്കിക്കോളാം. അച്ഛനോടൊപ്പം ഇരുന്നു. என்னடா என்ன சொல்றா இவன்? എന്നെ പോലെ നീയും അടുപ്പിലെ വേഗരുതെന്ന്. അതിനല്ലേ അവൻ പഠിച്ചിട്ടുള്ളത്. ഒക്കെ അവൻ നോക്കിക്കോളും. നീ ഞാൻ നോക്കിക്കോളാം. നോക്കി താഴെ നോക്കിയോ? വീഴാതെ നോക്കി നോക്കി. ആയി വരുന്നല്ലേ ഉള്ളൂ. ഈ സമാധാനമായിട്ടിരിക്കെ. ഒക്കെ ഞാൻ നോക്കിക്കോളാം. വാ വാ ഇങ്ങോട്ട്. അച്ഛനോട് ഇരിക്കുന്നേ. അമ്മ ഒന്ന് നോക്കണേ. ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോടാ. നീ എല്ലാത്തെയും ഗവനിച്ചോ. ശരി ശരി. മോനെ, നീയാണ് ഇന്നത്തെ ചീഫ് കുക്ക്. ഏത് പായസമാണ് വേണ്ടേ? അവൽ പായസം വേണോ, സേമിയ പായസം വേണോ, പാൽ പായസം വേണോ, അടപ്രഥമം വേണോ? ബീട്രൂട്ട് പായസം. ബീട്രൂട്ട് പായസോ? ഞാൻ പറയുന്നൊക്കെ ഒന്ന് എടുത്തോക്കെ.
കൃഷ്ണയ്യർ എല്ലാം റെഡിയാ പന്തി എപ്പോ റെഡി ആവണമെന്ന് சொன்னா പോതും. എന്താ ഇത് പുതുതായി ഏതോ വാസന പറഞ്ഞല്ലോ അതായത് ബീട്രൂട്ട് പായസം. ബീട്രൂട്ട് പായസോ ദേ ബീട്രൂട്ട് പായസോ മുള്ളങ്കി ഹൽവ എന്ന പുതിയ സാധനങ്ങളുടെ പേര് പറഞ്ഞ് ഇവിടെ വന്നവരെ പേടിച്ച് ഓടിപ്പിക്കരുത്. நீங்க பயப்பட வேண்டாம். சாதாரண வீட்ல எல்லாம் பண்ண மாட்டா. 5 ஸ்டார் ஹோட்டல்ல மட்டும் தான் பண்ணுவா. உங்களுக்காக ஸ்பெஷலா பண்ணியிருக்கேன். ദാ ഇത് നോക്ക് അല്ലെങ്കിൽ ഈ കല്യാണം വളരെ ആഡംബരത്തിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് മരുമകൻ എന്നോട് കോപിച്ചിരിക്കുക. അതുകൊണ്ട് സാധാരണ എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് ചെയ്താൽ പോതും. நான் നളഭാഗ കൃഷ്ണൻ എന്ന് പേര് വാങ്ങിയിരിക്കൻ. അത് കാപ്പാത്തും പേര് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ സദ്യ ഉണ്ടാക്കാൻ ഞാൻ വിളിച്ചത്. പക്ഷെ മരുമകന്റെ അടുത്ത് എന്റെ പേര് പോകരുതല്ലോ. എന്ത് വലിയ സുഖമില്ലേ ഇരുമൽ. അതാ ഞാൻ പറഞ്ഞത് ഇതും വെച്ചുകൊണ്ട് അടുപ്പിനടുത്തേക്ക് പോകരുതെന്ന്. ഞാൻ പോയില്ലല്ലോ. എപ്പടി നിങ്ങൾ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കേ. എന്റെ മരുമകനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ലേ? ഏയ് കൃഷ്ണയ്യർ, നിങ്ങൾ നളഭാഗ ചക്രവർത്തി ഞാൻ തെളിയിച്ചു. എല്ലാവർക്കും ബീട്രൂട്ട് പായസം അസലായിട്ട് പിടിച്ചു. ഇതില് എന്റെ പങ്കൊന്നുമില്ല. എല്ലാം എന്റെ മകൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ മോൻ? ഇരുങ്കോ കൂപ്പിടുന്നേ. ശക്തി, ഡേ ശക്തി. എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ട് മോനെ. അമ്മ എന്താ വരാജെ? നിന്റെ അച്ഛൻ ബ്രാഹ്മണൻ, ഞാനതല്ല. ഞാൻ ഉള്ളിൽ വന്ന് നിന്റെ അച്ഛനെ സഹായിക്കുന്നത് മറ്റുള്ളവർ കണ്ട അവരാഹാരം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ? അയ്യോ അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇപ്പൊ ബ്രാഹ്മിൻസും ചിക്കനൊക്കെ കഴിക്കുമേ. വെറുതെ എന്റെ അച്ഛൻ വിളിക്കുന്നത് വേം വാ. പോയിട്ട് വാ മോനെ. വാ, ഇവൻ താൻ എൻ മകൻ. നമസ്കാരം പെണ്ണ്. എന്താ പഠിച്ചത്? കൊച്ചിയിൽ കാറ്ററിംഗ് ടെക്നോളജി പഠിച്ചിട്ടുണ്ട്. എന്നെ പോലെ അടുപ്പിൽ വേഗണ്ടാന്ന് കരുതി ഇതേ തൊഴില് കോളേജിൽ അയച്ചു പഠിപ്പിച്ചത്. എന്താ ഇത്? കോളേജിൽ പോയി പാചകം പഠിച്ചിട്ട് കല്യാണ വീട്ടിൽ എന്ത് ചെയ്യാനാ? നല്ല 5 സ്റ്റാർ ഹോട്ടലിലല്ലേ ജോലിക്ക് വിടേണ്ടത്. നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പുറം നാട്ടിലേക്ക് അയക്ക്. അതൊക്കെല്ലാം പണം വേണ്ടേ? പണത്തെ പറ്റി നിങ്ങളെന്തിനാ പേടിക്കുന്നത്? ഞാനുണ്ടല്ലോ. എനിക്കിനി 3 പെമ്പിള്ളേരുണ്ട്. പാചകം ചെയ്ത് കടം വീട്ടിക്കോ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സുഖമില്ലാത്തതല്ലേ? അല്ല, പുറം നാട്ടിലേക്കൊക്കെ പോയാ മാംസാഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ? ചിക്കൻ 65 എന്താണെന്നറിയോ? അറിയാം. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയെന്ന് പുറത്തു വന്ന 65ാമത്തെ ദിവസം അതിനെ പാചകം ചെയ്ത അതാണ് ചിക്കൻ 65. ഈ അവസ്ഥയിൽ ഞാൻ പോണോ അമ്മേ? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോനെ. നീ സന്തോഷത്തോടെ ഈ ജോലിക്ക് പോയി കൈ നിറയെ സമ്പാദിച്ച് നമ്മുടെ കടങ്ങളൊക്കെ തീർത്താ മതി മോനെ. കടങ്ങളൊക്കെ വീട്ടാ അമ്മേ. പക്ഷെ അച്ഛൻ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ എങ്ങനെയാ പോവാ അമ്മേ? ഇപ്പൊ കണ്ണിനും കുഴപ്പം. ശരി അമ്മേ, ഞാൻ പോവാം. അച്ഛനു വേണ്ടി ഞാൻ പോവാം അമ്മേ. നാട്ടിലെ ഓർമ്മകളെ മനസ്സ് നിറയെ നിഷ്കളങ്കരായ ആളുകൾ, നല്ല രീതിയിലുള്ള ജീവിതം. ഇതിൽ കൂടുതൽ വേറെ എന്താ നമുക്ക് വേണ്ടത്? നല്ല നാട്. അല്ല, ഞങ്ങളെന്ന് കൂട്ടിയിട്ട് പോയില്ലേ? ചെലവ് കൂടുന്ന് പേടിച്ചിട്ടാ? പിന്നെ കൊണ്ടുപോകാതിരിക്കൂ. ആകാശം, വയലേലകൾ, പിന്നെ നിറയെ തെങ്ങുകൾ. എന്റെ ഗ്രാമം സുന്ദരിയ, നീ മനസ്സിൽ കാണുന്നതിനേക്കാൾ. ഇൻട്രസ്റ്റിംഗ്. അടുത്ത തവണ ഞാനും വരട്ടെ. ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. ഡോണ്ട് വെറി. ചെറിയ പർച്ചേസോ? വാ, പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എവിടേക്കാണെന്ന് ചോദിച്ചില്ലേ? ദാ ഇവിടെയാ. വാ. ഹലോ, ഇസ് മൈ പേസ്ട്രി റെഡി? താങ്ക് യു. എന്താ നോക്കുന്നേ? നാളെ എനിക്ക് 1 വയസ്സ്. 1 വയസ്സോ? ആ, മരിച്ചു ജീവിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കേ, മൈ ഹാപ്പി റിട്ടേൺസ്. നാളെ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഷുവർ. നാളെ നമുക്ക് ഗെഞ്ചി നഗറിലേക്ക് പോകാം. അവിടെ കാസിനോ ഉണ്ട്. ആസ് യു വിഷ്. താങ്ക് യു. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ പ്ലീസ്. തിരക്കായത് കാരണം റിസൾട്ട് നോക്കാൻ പറ്റിയില്ല. ലോട്ടറി എല്ലാ മാസം എടുക്കൂ? മാസം അല്ല, എല്ലാ ദിവസവും എടുക്കും. മിസ്സായല്ലോ. അടിച്ചിരുന്ന കോടീശ്വരി ആയനെ. അല്ലെങ്കിൽ പിച്ചക്കാരിയാണോ? എനിക്ക് ഈ ലോട്ടറിയിലൊന്നും വിശ്വാസമില്ല. എനിക്കുണ്ട്. എനിക്ക് എന്റെ പരിശ്രമത്തിലാണ് വിശ്വാസം. നാളെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശുകൊണ്ട് നമുക്ക് എപ്പോ സെലിബ്രേറ്റ് ചെയ്യണം? ഈവനിങ്. ഓക്കെ. സീനിയർ, എന്തിനാണ് തേടണത്? വീട്ടിൽ നിന്ന് എനിക്കൊരു എഴുത്തു വന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നൊന്നും കാണുന്നില്ല. ഞാൻ കണ്ടില്ലേട്ടാ. അവനോട് ചോദിച്ചു. അണ്ണൻ തമ്പി കണ്ടില്ലെന്നോ? എന്താണോ താൻ പൊട്ടം കളിക്കുന്നേ? അവനോട് ചോദിക്കാൻ. അത് അതിങ്ങോട്ട് വാങ്ങ.
അതുകൂടെ വാങ്ങാൻ. ഈ 3 സെന്റിമീറ്റർ ഇടയിൽ ഇത് നേരത്തെ തന്നുകൂടായിരുന്നു. തരാമായിരുന്നു. ഐ തിങ്ക് ദിസ് മാൻ നിർത്തടാ, നീ സംസാരിക്കുന്നതേ മനസ്സിലാവുന്നില്ല. അതിന്റെ കൂടെ ഇപ്പൊ ആക്ഷനും ഇവിടെ എങ്ങും വന്ന് ഇരിയടാ. ഇങ്ങനെന്താ ഇവിടെ? എക്സ്ക്യൂസ് മീ, ബർത്ത്ഡേ പ്രസന്റ്. ബർത്ത്ഡേ പ്രസന്റ് ആർക്കാന്ന് ചോദിക്കും. എം ഡിയുടെ മകൾക്കാന്ന് പറ. എം ഡിയുടെ മോൾക്ക് 1 വയസ്സുള്ള കുട്ടിയാന്നേ. എത്ര വയസ്സായാലും എന്താ, കിട്ടുന്ന പണം വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാതെ അവന്റെ ഒരു ഗിഫ്റ്റ്. ഇവൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് വേണ്ടേ അവിടെ. ഇവനൊന്നും ശരിയാവാൻ പോകുന്നില്ല. വരട്ടെ. ബ്യൂട്ടിഫുൾ. I have bought this. I like this. ഇത് ഞാൻ വാങ്ങിയതാ. അതുകൊണ്ടെന്താ? ശരിയാവത്തില്ല മോനെ. പ്ലീസ് പാക്ക് ദിസ്. സ്നേഹിക്കുന്ന പെണ്ണിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോടാ? അപ്പൊ അറിയാം. Come on. Come on, come on. ഹായ് ഇന്ദിര, തന്റെ ഫ്രണ്ട് പറഞ്ഞു താനിവിടെ ഉണ്ടെന്ന്. സോറി, ഇന്നലെ തന്റെ ബർത്ത്ഡേക്ക് വരാൻ കഴിഞ്ഞില്ല. തന്റെ ബർത്ത്ഡേക്ക് പ്രസന്റ് വാങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം. ഒരു ഫോണെങ്കിലും ചെയ്യായിരുന്നില്ലേ? വെറുതെ വെയിറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് തന്റെ ബർത്ത്ഡേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു പ്രശ്നമായെന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ്. ജാക്ക് പോട്ട് അടിച്ച $100,000 അറിയോ? Make it. Come on. മിസ്സായല്ലോ. ശരി, ഇനി പറ. നാളെ വീണ്ടും തന്റെ ബർത്ത്ഡേ ആഘോഷിച്ചൂടെ? അത് ശരി, വീണ്ടും ഒരു ബർത്ത്ഡേയോ? ഞാൻ ഗിഫ്റ്റ് തരണ്ടേ? ഗിഫ്റ്റ് തരണമെന്ന് നീ തീരുമാനിച്ചു. അപ്പോ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചോദിക്കട്ടെ, അത് വാങ്ങി തരുമോ? തീർച്ചയായിട്ടും. എനിക്കത് യൂസ് എങ്കിലും ആവുമല്ലോ. ഓക്കെ, ഡൺ. നാളെ വൈകിട്ട് 7 മണിക്ക് എവിടെ കാണാം? ഇവിടെ തന്നെ കാണാലോ. ഓക്കെ, ബൈ. ഒരു ദിവസം മാറിപ്പോയാലും ആഘോഷത്തിന് എന്തൊരു പ്രോബ്ലം? ഇന്നലെ ആഘോഷിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ ആഘോഷിക്കാം. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ തനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് ഒരു ചെറിയ പ്രശ്നം, അതാ പറയാൻ പറ്റുന്നത്. ഗിഫ്റ്റ് വാങ്ങാൻ പോയ സ്ഥലത്ത് ചെറിയ പ്രശ്നോ? എന്താ താമല്ലും കേട്ടോ? ഇല്ല, നാളെ ഈവനിങ് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് മീറ്റ് ചെയ്താലോ? എവിടെ പോണം? അതെല്ലാം തീരുമാനിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. കുറവുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കൊടുത്തു. ഇതിന് എത്ര റിംഗറ്റ്സാ? കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളതില്ലേ? ഈ മാസം ഈ സാരി വളരെ നന്നായിട്ടുണ്ടല്ലേ?
ഇതൊക്കെ ശക്തി, ഈ സാരി ഞാൻ എടുത്തോട്ടെ? നൈസ്. എന്താടാ വിഷമിച്ചിരിക്കുന്നേ? കാലത്തോട്ട് പട്ടിണിയാ അവന്റെ ഒരു ചോദ്യം. ടോട്ടൽ മൂഡ് ഔട്ട്. സീനിയർ വലിയ ദേഷ്യത്തിലാണേ. എന്തിന്? വരുന്നുണ്ട്. അങ്ങനെ തന്നെ ചോദിക്ക്. ശക്തി, ആ? എന്റെ ബ്യൂറോയിൽ നിന്ന് നീ ക്യാഷ് എടുത്തു. എടുത്തു സീനിയർ. എന്തിന്? എന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അവന് കൊടുക്കാനായി പണം എടുത്തു. എന്തിനാണ് കള്ളമാണ് അവൻ പറയുന്നത്. അന്നും ഇതേപോലെ വീട്ടിലേക്ക് പണം അയക്കാതെ എന്തോ പറഞ്ഞവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ എന്റെ ബ്യൂറോയിൽ കൈവച്ചിരിക്കുന്നു. സീനിയർ, എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാതെ പണം എടുത്തിട്ടുണ്ട്. സീനിയറിനോട് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അന്നൊക്കെ നീ പറയുന്നത് സത്യമായിരുന്നു. പക്ഷെ ഇപ്പോ മറ്റൊരാളുടെ പണം എടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് അയാളോടൊന്ന് ചോദിക്കെങ്കിലും വേണ്ടേ? എന്റെ ഒരു അത്യാവശ്യത്തിന് ഞാൻ ബാങ്കിൽ നിന്ന് പണം എടുത്തു വെച്ചതാ. അല്ലെങ്കിൽ തന്നെ നീ ആരെ? നാളെ എന്റെ കല്യാണം ഉണ്ടാവും, ഭാര്യയും കുട്ടികളുണ്ടാവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എന്താ ചെയ്യണമെന്നോ? എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല. പ്ലീസ്, ഇനി ഇവൻ എന്റെ കൂടെ ശരിയാവില്ല. ഇപ്പോഴേ വെക്കണം പറ. കണ്ണെടുത്ത് കണ്ടുപോരുത്. പോ പോ പോ. വാടാ, നീ ഇയാളെ വിശ്വസിച്ചാണ് മലേഷ്യ വന്നത്? നിനക്ക് ഞാനുണ്ടാ. ഒരു മിനിറ്റ്, മലേഷ്യ വേറെ സ്ഥലമില്ലെന്ന് വിചാരിച്ചു ഇയാള്? എന്തിനടെ നീ സീനിയർ തമ്മിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനുണ്ടാ. വാടാ, വരാൻ. ആരോ ഒരുത്തം പറയുന്നത് കേട്ട് അവനെ ഇറങ്ങിപ്പോയി. ഇതാണ് കൂടപ്പറപ്പല്ല എന്ന് പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, നീ പോ 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 പോടാ. എന്തായിരുന്നു വീമ്പ്? ഇപ്പൊ അലഞ്ഞൊരു പരുവായി. അപ്പൊ ഒരു ആവേശത്തിന് പറഞ്ഞതാടേ. പുറത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പോലെ തട്ടുകടയിൽ നിന്ന് വല്ലതും കഴിച്ച് ഇടയ്ക്ക് ഓരോ കട്ടനും ബീഡിയൊക്കെ അടിച്ച് വല്ല പാർക്കിലോ സ്കൂളിലോ ബീച്ചിലോ പോയി കിടന്നുറങ്ങാന്ന് വിചാരിച്ചതാ. ഇവിടുത്തെ പോലീസുകാർ സമ്മതിക്കണ്ടാ. കിട്ടണോടാ, എനിക്കിതൊക്കെ കിട്ടണം. എന്റെ ബുദ്ധിയെ ചെരുപ്പ് കൊണ്ട് അടിക്കണം. അപ്പൊ നിന്നെ വിശ്വസിച്ച് ഞാൻ വന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നെ അടിച്ച ചെരുപ്പ് താഴെ ഇടത്തില്ലേ, അതെടുത്ത് നീ അടിച്ചോ. ഐഡിയ പുറത്ത് പറയില്ലേ, കൊത്തിക്കൊണ്ടു പോകും. എന്തോന്ന്? അല്ല, തിന്നാൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. Hey, who are you? ഈ ബിൽഡിങ്ങിന്റെ ഓണറാ. താക്കോല് കളഞ്ഞു പോയി, തുറക്കാൻ പറ്റാതെ ഇരിക്കുക. പോടാ. Rand is not fast. നല്ല തെറിയാണെന്ന് തോന്നുന്നു, മനസ്സിലാവണ്ടേ? ഞാനും സീനിയറും തമ്മിലൊരു ഉടക്ക്. അതെന്താന്ന് പറയാനുള്ള മാനസികാവസ്ഥയല്ല എനിക്കിപ്പോ. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. എന്റെ കൂടെ വാ. ചാണ്ടി വാടാ. വരൂ, ഇതാ എന്റെ ഗസ്റ്റ് ഹൗസ്. എന്റെ ഗസ്റ്റ് റൂം ഇതുപോലെ തന്നെയാ. എടാ ചാണ്ടി, ഗസ്റ്റ് ഹൗസ് എങ്ങനെയാണെങ്കിൽ ഓൺ ഹൗസ് എങ്ങനെ ഉണ്ടാവൂടാ? 2 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, മൈക്രോ ഓവൻ ഉണ്ട്. കുക്ക് ചെയ്ത് കഴിക്കാം. കുക്കിംഗ് ഓക്കെ. കുക്കിംഗ് കേളുണ്ടോ? ഇല്ല, നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. എനിവേ താങ്ക്സ്. ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് വെറും താങ്ക്സ് അല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വാടക തരണമെന്ന് അർത്ഥം? വാടകയൊന്നും വേണ്ട. എത്ര നാള് വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എന്നെ കുറിച്ച് റെസ്റ്റ് എടുത്തോ, ഞാൻ വരട്ടെ. അപ്പൊ റെസ്റ്റ് എടുത്തിട്ട് വിളിച്ചാൽ വഴക്ക് പറയോ? അതിലെവിടെയാ എന്റെ അമ്മ ശക്തി? അവള് നിന്റെ അടുത്തു നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. മലേഷ്യയിലെ പെണ്ണുങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകും. നീ വെറുതെ ഓരോന്ന് എഴുന്നള്ളിക്കാതെ. എവിടെ താമസിക്കുന്നു, എങ്ങനെ ഇഷ്ടപ്പെടുന്നു ആർക്കറിയാം. പറഞ്ഞാലും മനസ്സിലാവുന്ന എന്താ ചെയ്യാ? എന്തൊരു ശക്തിയെ കുറിച്ച് ഓർത്തിരിക്കുക? അല്ല, പിന്നെ എന്തിനാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? സോറിടാ. അല്ല മോളെ, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്നത് ശക്തിയല്ലേ? അതെ. ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കാൻ മാത്രം അവൻ എന്താ പ്രോബ്ലം? അറിയില്ല, ശക്തി പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. എന്താ പ്രോബ്ലം എന്ന് അവനോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു? അവൻ ഇവനെന്നൊന്നും ചേച്ചിയുടെ മുമ്പിൽ വെച്ച് പറയല്ലേ, ചേച്ചിക്ക് ദേഷ്യം വരും. ഓ, കാര്യങ്ങൾ അത്രത്തോളം ഒക്കെ ആയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. വൺ മോർ ഇഡ്ലി. നന്നായിട്ട് കഴിച്ചു ചേച്ചി. പൊടി. താക്കോലില്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ലേ? അമ്പലത്തിലെ ഭണ്ഡാരം തുറന്നവനാ ഞാൻ. ഇവൻ ഈ പാസ്പോർട്ട് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും കർത്താവേ? ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ നോക്കി എവിടെയും ഇല്ലല്ലോ. ഫ്രിഡ്ജ്, ബിയർ ബോട്ടിൽ പച്ചവെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നു വൃത്തിയായിട്ടവൻ. CID നസീർ പുസ്തകത്താളുകൾക്കിടയിൽ നിന്നാണ് രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നത്. നോക്കണം. അമ്പടാ.
ഈ പണ്ടാറുകാലിൽ ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും? ആ CID മൂസ സോഫയ്ക്കടിയിൽ നിന്നാണ് അതിവിദഗ്ധമായി രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നത്. മിമിക്സ് പരേഡിൽ ഉമ്മയ്ക്കുള്ളിലായിരുന്നു സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അവിടെ നോക്കാം. ബൊമ്മയുടെ ചന്തയിൽ ഒളിപ്പിച്ചു വെച്ചാൽ പാസ്പോർട്ട് കിട്ടില്ലെന്ന് വിചാരിച്ചോ? നീ എവിടെയൊക്കെയാ ഇരിക്കുന്നത് മോനെ? ആഹാ, എന്റെ പാസ്പോർട്ട് തന്നെ. തള്ള ഇപ്പോഴാണ് ആളെ മനസ്സിലായത്. എന്ത് മനസ്സിലായി? നീ ആള് പുലിയാണ് കേട്ടാ. പുലിയാ? ഈ പാസ്പോർട്ട് നീ എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട്, സാറേ ഇത് പണയമായിട്ട് വെച്ചിട്ട് എനിക്ക് കുറച്ച് കാശ് തരണമെന്നും പറഞ്ഞ് നീ എന്നോട് കേണ വിളിച്ചില്ലായിരുന്നു ഹാപ്പി. എന്റെ കൂടെ തന്നെ ഇരുന്നിട്ട് പകലില് ആളറിയാത്ത പോലെ അഭിനയിച്ച് പണം തിരിച്ചു തരാതെ എന്റെ പാസ്പോർട്ട് പോക്കറ്റ് അടിച്ചോണ്ട് പോകാൻ വന്നിരിക്കാണല്ലോ ഹാപ്പി. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഇമ്മീഡിയറ്റ്ലി, റൈറ്റ് നൗ, ഇപ്പൊ തന്നെ, ഉടനെ. എല്ലാം ഒന്ന് തന്നെയല്ലേ? ഈ പാസ്പോർട്ട് എന്റെ സീനിയർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നിന്നെ എവിടേക്ക് അയക്കണോ അങ്ങോട്ട് അയക്കും ഞാൻ. പിടിക്കേ. എന്തിനടേ ഇത് എന്തിനാണ് എന്റെ കയ്യിൽ തന്നത്? റൈറ്റ് നൗ, ഇമ്മീഡിയറ്റ്ലി, ഇപ്പൊ തന്നെ, ഉടനെ. എല്ലാം ഒന്ന് തന്നെ. എന്ത് ചെയ്യാൻ പറ്റുമോ പോയി ചെയ്യേ. ഷുവർ ഷുവർ. കോൺഫിഡന്റ്. ലോക് ഹർ സത്താ ഹൈ. എന്താ ക്രോർപതിയാണ്? ബിൽക്കുൽ സഹി ജവാബ്. പാസ്പോർട്ട് ബദലോ മെസ്സേജ് ആയേഗി. 6 മണി ആയിട്ടില്ല എന്നുള്ളത് എഴുതി പോവല്ലേ? ഹലോ, ജോബർബർ പോലീസ് സ്റ്റേഷൻ. ഹോദൻ ജൊത്തെങ്കി സാർ, മലേഷ്യയിലേക്ക് ഒരു തീവ്രവാദി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആരോ ചുറ്റും ബോംബാ. സാറന്മാർ അവനെ പിടിക്കണം പ്ലീസ്. അടയാളം പറഞ്ഞു തരട്ടെ. മുന്നിൽ നോക്കിയ പിച്ചക്കാരനാ, പുറകിൽ നോക്കിയാലും പിച്ചക്കാരനാ. മനസ്സിലായില്ലേ? മൊത്തത്തിലൊരു പിച്ചക്കാരന്റെ ലുക്കാ. എന്തിനാണ് സാർ എന്നെ പിടിക്കണത്? അയ്യോ അയ്യോ, മല്ല 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 മലേഷ്യ. എന്തൊരു തേടണത്? പാമ്പോ? നോ, ബോംബ്. ആ, പാക്കറ്റിലാണെങ്കിൽ 5 പൈസ ഇല്ല. ബോംബ് എവിടെ നിന്ന് ഉണ്ടാവാനാണ് സാർ? യാര് നിങ്ങള്? യാത് കമ്പനിയിലെ വാച്ച്മാന്മാരാണോ നിങ്ങള്? എന്തൊരു കാര്യം? എന്തിനാണ് ഈ ചെറുക്കിന് മുട്ട അടിച്ചിട്ട് മുടി വളരാത്തത്? അയ്യോ, എന്തിനാണ് സാറേ എന്നെ കൊണ്ടുപോകണത്? അയ്യോ ഇവിടെ സാറേ, എന്തൊരു അക്രമമാണത്? അയ്യോ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. തള്ള ഇതെന്തൊരു കാണിക്കണത്? തള്ള വിടുത്ത്. അയ്യോ ദൈവമേ, ഇതെന്താണ് കാണിക്കണത്? അയ്യോ എന്നെ വിട് സാറേ, കൊണ്ടുപോകല് സാറേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. എന്താണ് ചേച്ചി, മോന്റെ ഫോണിന് വേണ്ടി കാത്തിരിക്കണോ? വീട്ടിലെ ഫോൺ കേടായോ? ആ, ഫോൺ കേടാ. ഒരാഴ്ചയായിട്ട് അവന്റെ ഒരു വിവരവും ഇല്ല. അവൻ ഇപ്പൊ അവിടെ എന്ത് ചെയ്യണേണാവോ? എടുക്കാടി. ആ, അമ്മയാണ് മോനെ. സുഖായിരിക്കുന്ന മോനെ? ഇങ്ങോട്ട് കേട്ടെ, ഞാൻ പറയട്ടെ. എന്തൊട്ടൊരു വിശേഷം? എന്തൊട്ട് വിശേഷം? അങ്ങടെ പോണു. തൃശ്ശൂർക്കാരനെ കെട്ടിയപ്പോ മുതൽ നീ തൃശ്ശൂർ സ്ലാങ്ങിലാണല്ലേ സംസാരം. അണ്ണാ, എന്തൊരു വിശേഷം? മനസ്സിലായി. തിരുവനന്തപുരം ഭാഷ. ആര്, ലക്ഷ്മിയാ? അതേണ്ണ, ഞാൻ തന്നെ സംസാരിക്കണത്. ഒരു വിഷയം പറയാനുണ്ട്. അതെന്ത് വിഷയാണാവോ? അതാണ് ഒരു കാര്യം. ഇങ്ങോട്ടാ പോണ്. ആ, എടാ, നിനക്ക് സുഖാണോ? ആ, നന്നായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് എന്താ വിശേഷം? എനിക്ക് സുഖം തന്നെ. ശരി ഏട്ടാ, സതീശനേട്ടാ, എന്തൊക്കെയുണ്ടാ വിശേഷം? എല്ലാവരും ശരിക്കും നോക്കിക്കൊള്ളാം. പണം അയച്ചു കിട്ടിയോ? ഒന്നും ക്ലിയർ ആവുന്നില്ലേ? ചെവിയിൽ ശരിക്കും വെച്ച് കേക്കടാ. കേക്കണ്ട്. കിട്ടിയേട്ടാ. നിർത്ത്, ബില്ല് കൂടിക്കൊണ്ടിരിക്കുക. അമ്മയുടെ കൂടെ അമ്മ സംസാരിക്കട്ടെ. അമ്മയാണ് മോനെ സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് കല്യാണം? അവളുടെ നോർത്ത്. ആ, രാജലക്ഷ്മിയുടെ കാര്യം? അമ്മയോട് പറയാൻ എനിക്കൊരു മടി. എനിക്ക് പെണ്ണിനെ ഇഷ്ടായി. എന്തോന്ന്? എനിക്ക് ഇവിടെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിച്ചാലോന്നൊരു ഐഡിയ. നോക്കി കണ്ടൊക്കെ വേണേ, നമ്മുടെ ആടുപോലെയല്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അപ്പൊ ചുള്ളത്തിയാണെന്ന് പറ. അതെ, കാണാൻ നല്ല പെണ്ണ. പെണ്ണിന്റെ അടുത്ത് സമ്മതമൊക്കെ മേടിച്ചേട്ടാ? അത്രയ്ക്കൊന്നും ആയില്ല. എന്റെ ഏട്ടനെ കണ്ടാരെങ്കിലും വേണ്ടാന്ന് പറയോ? വേഗം സമ്മതം മേടിച്ചേ, വിളിച്ചു പറയേട്ടാ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ അയക്കാം. കമ്മിങ്. എന്തൊരു ചൂടായി വെള്ളത്തിന്. പ്ലീസ് കമ്മിങ്. എന്ത് ചോദ്യത്? നിങ്ങളുടെ വീട് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ആ, ഒരുപാട് നേരം ബെല്ലടിച്ചോ? ഇല്ല. ഓ സോറി, ഇപ്പഴാ ഞാൻ കുളിച്ചിട്ട് വന്നേ. ഇരിക്കും, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. സാരല്ല, ഒരു മിനിറ്റ്. എന്താ കാര്യം? എന്താ ഇത്? അത് മനസ്സിലായി. എന്തിനാ? ഇന്ന് വാലന്റൈൻസ് ഡേ, ലവേഴ്സിന്റെ ദിനം. അതുകൊണ്ടാണ്. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. വർഷ, നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാനത് ഒരിക്കലും മറക്കില്ല.
ഇന്ന് ലവേഴ്സ് ഡേ. നീ തന്ന ഈ ഗിഫ്റ്റ് അത് ഞാൻ വാങ്ങിച്ച ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. എനിക്കൊരാളെ ഇഷ്ടമാണ്, പേര് ഇന്ദിര. നീ എന്നോട് ക്ഷമിക്കണം. വിഷമിക്കല്ലേ പ്ലീസ്. വിഷമിച്ചിട്ടല്ല, എന്ത് ചെയ്യാൻ പറ്റും? പണം മാത്രം നോക്കുന്ന ഈ ലോകത്ത് മനസ്സ് നോക്കി ഒരാൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ പോലെ ഒരാളെ കിട്ടിയത് കൊണ്ട് ആ പെണ്ണ് തീർച്ചയായും ലക്കിയാണ്. അവളെ ഓർത്താ എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. അല്ല, ഇന്ന് ലവേഴ്സ് ഡേ, അവൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തോ? അല്ലെങ്കിൽ ഫോണിലെങ്കിലും സംസാരിച്ചോ? നേരെ പോയി കണ്ടായിരുന്നോ? നിങ്ങൾ പ്രേമിക്കുന്നത് അവളോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്നാൽ ആദ്യം പോയി പറയേ, സമ്മതം വാങ്ങിക്ക്. ഒരാൾ മാത്രം സ്നേഹിച്ചാൽ അതിന്റെ പേര് യഥാർത്ഥ പ്രേമം എന്നാണ്. ആദ്യം അവളുടെ സമ്മതം വാങ്ങിക്ക്, അധികം വൈകിക്കണ്ട. തീർച്ചയായും നാളെ അവളോട് ചോദിക്കാം. എടാ, വർഷ പറഞ്ഞത് കറക്റ്റാ. ഇന്ന് വാലന്റൈൻസ് ഡേയാ, പ്രണയദിനം. ആ ഇന്ദിരയ്ക്ക് ഫോൺ ചെയ്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തൂടെ നിനക്ക്? നിനക്കത് മനസ്സിലാവില്ലടാ. ഇന്ന് ആ വർഷം എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ എന്തുമാത്രം ഫീൽ ചെയ്തെന്ന് നിനക്കറിയില്ലേ? ഇന്ദിരയെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ആ വർഷം കുഴപ്പമില്ലായിരുന്നു. 5 സ്റ്റാർ ഹോട്ടൽ പാർട്ട്ണറുടെ മോളാ. നീ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ പ്രൊമോഷനൊക്കെ കിട്ടി വലിയ ആളായനെ. കൂട്ടത്തിൽ എനിക്ക് സെറ്റിൽ ആവായിരുന്നു. ദേ നോക്ക്, എനിക്ക് ഈ ശുപാർശയും റെക്കമെൻഡേഷനും ഒന്നും ഇഷ്ടമല്ല. ഞാൻ എന്റെ അധ്വാനത്തിലാണ് വിശ്വസിക്കുന്നത്. വിഷമിക്കില്ല ചേച്ചി, കഴിക്കാൻ വാ. എന്റെ നാട്ടുകാർക്ക് ബുദ്ധി തീരെയില്ല. ആരെ തിരഞ്ഞെടുക്കണമെന്നും കൂടി അറിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ. വാ ചേച്ചി. നീ പോ. അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഞാനും ഒരു പാർട്ട്ണറാണെന്നുള്ള കാര്യവും മറന്നു. ഞാൻ ഏതായാലും അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട പപ്പ, പണം കൊടുത്തോ ജോലി കൊടുത്തോ സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ചേരേണ്ടവരെ ചേരും. ആര് വിചാരിച്ചാലും ഒരാളെ ചേർത്ത് വെക്കാനോ പിരിച്ചു മാറ്റാനോ കഴിയില്ല. ശരി മോളെ, അകത്ത് വന്ന് കിടക്ക്. നല്ല തണുപ്പുണ്ട്. പപ്പ പോയിക്കോളൂ. അകത്ത് വന്ന് കിടക്കും മോളെ. പപ്പ പ്ലീസ്. 30, 31, 32, 33, 34, 35, 36, 37. പിന്നെയും തെറ്റി. ഹലോ. ഹലോ. സോറി, ലേറ്റ് ആയി പോയി. സാരമില്ല. ഓഫീസിൽ നിറയെ ജോലിയായിരുന്നു. എപ്പോഴാ വന്നേ? അരമണിക്കൂറായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ഈ ടിൻ ടവർ ഒരു പ്രാവശ്യം എണ്ണിയാ 83 ഫ്ലോർന്ന് കാണുന്നു, വീണ്ടും എണ്ണിയാ 96 ഫ്ലോർന്ന് കാണുന്നു. മൊത്തം അതിൽ എത്ര ഫ്ലോർ ഉണ്ട്? അതിനാണോ എണ്ണി നോക്കിയോ? അതെ, മൊത്തം 88 ഫ്ലോർ. താൻ എണ്ണി നോക്കിയോ? ഇല്ല, കേട്ടിട്ടുള്ള അറിവ് അത്. നീ എന്തും അനുഭവിച്ചറിഞ്ഞേ മനസ്സിലാക്കൂ. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുകൂടി മനസ്സിലാക്കും. അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ശരിയല്ലേ? എന്തോ പ്രധാന കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ അത്? അത് ഞാൻ പറയാം. എൻ്റെ അച്ഛൻ മരിച്ചന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു, നീയാണ് കുടുംബത്തെ മൂത്തയാൾ, നീ കരഞ്ഞാൽ എങ്ങനെ ശരിയാവാന്ന്. അന്ന് എൻ്റെ മനസ്സ് ഞാൻ കല്ലാക്കി, കരച്ചിൽ നിർത്തി. പിന്നെ ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അന്ന് ഈ ഹോസ്പിറ്റലായപ്പോ ഇപ്പൊ എന്തിനാ ഇതെല്ലാം? ഞാനും സീനിയർ ഇപ്പൊ ഒരുമിച്ചല്ല. എന്താ? ഒരു ചെറിയ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? ഒരിക്കലും എന്നോട് കണക്ക് പറയാത്ത സീനിയർ ആദ്യമായി എന്നോട് കണക്ക് ചോദിച്ചു. അതാ വന്ന്. എനിക്ക് കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക എന്റെ നാട്ടിൽ നിന്ന് തന്നെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? ഇതൊക്കെ പറയുന്നത് താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തു പറയുന്നു? ആലോചിക്കേണ്ട കാര്യമല്ലേ ഇത്? പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? കുറച്ച് സമയം താ. വരുന്ന 1-ാം തീയതി ഞാൻ മറുപടി പറയാം. ഓക്കെ? നല്ലപോലെ ആലോചിച്ച് വീട്ടിലേക്ക് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുക. അടുത്ത 1-ാം തീയതി ഞാൻ പറയാം. സ്നേഹിക്കുന്നത് വളരെ ഈസിയാണ്. എന്നാ ഈ കാത്തിരിപ്പ് അത് ഓർക്കുമ്പോഴാ. നല്ല തീരുമാനമായിരിക്കട്ടെ. 1-ാം തീയതിക്കായി ഞാൻ കാത്തിരിക്കും. തീർച്ചയായും. വരട്ടെ. ടേക്ക് കെയർ. ബൈ. കളമൊഴികൾ ചിരിക്കുമ്പോൾ മഴത്തുള്ളി പൂക്കൾ പൊഴിയുന്നു, മനസ്സിൽ ഉദിക്കും 1000 സൂര്യൻ. പ്രണയിനി ഇവൾ മൊഴിയുമ്പോൾ പകലിരവുകൾ മറക്കുന്നു, നിനക്കായി സ്വർഗം തീർക്കും ഞാൻ. ഹൃദയത്തിൽ മുഴുവൻ നിൻ രൂപം നിറയെ, ശ്വാസത്തിൽ പെൺ സുഗന്ധം. എന്നരികെ നീ അണയും
ഹായ് ഹായ്. ഹലോ, എക്സ്ക്യൂസ് മീ, ഫിംഗർ ചിപ്സ്. എന്താടി ലീവ് എടുത്ത് പോകുന്നത്? ഒന്നുമില്ലടി. എനിക്കറിയാം, സന്തോഷും ശക്തിയും നിന്നെ ലവ് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലേ? അതെ. അന്നേ എനിക്ക് തോന്നിയതാ രണ്ടുപേരും മാറി മാറി ചെലവ് ചെയ്യുന്ന കണ്ടപ്പോ. നീയും എൻജോയ് ചെയ്തു. ആണുങ്ങൾ എന്നും കാരണമില്ലാതെ ചുറ്റിക്കറങ്ങുകയില്ല, ചെലവ് ചെയ്യുകയില്ല. രണ്ടുപേരും നിന്നോട് പ്രപ്പോസ് ചെയ്തു. ഇപ്പൊ നീ ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്ന? ശക്തിയാണോ സന്തോഷിനെയാണോ? പറയടി. ഇനിയും തീരുമാനിച്ചിട്ടില്ല. വേറൊരു കാര്യമുണ്ട്, അത് കഴിഞ്ഞേ ഞാൻ തീരുമാനിക്കൂ. അവരോട് എന്ത് പറഞ്ഞു? വരുന്ന 1-ാം തീയതി തീരുമാനം പറയാന്ന് പറഞ്ഞിരിക്കാം. നോക്കാം. ആലോചിച്ച് തീരുമാനിക്കേ, ഇത് ജീവിത. നീ നോക്കിക്കോ, തീർച്ചയായിട്ടും ഞാനൊരു നല്ല തീരുമാനം എടുക്കൂ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ദിസ് ഹൗസ്. ഓക്കേലാ? താങ്ക് യു. നിന്നെ നോക്കിയിരിക്കുന്നു. വാ, അങ്ങോട്ടിരിക്കാം മോളെ. ഹലോ, ഹൗ ആർ യു അങ്കിൾ? ഹായ്. ഒന്നാം തീയതി നല്ല തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആരും കൺഫ്യൂഷൻ ആക്കാതിരുന്നാൽ മതി. സീനിയർ, നിങ്ങളുടെ മുഖത്ത് ട്യൂബ്ലൈറ്റ് വെട്ടം കാണുന്നുണ്ട്. ഇന്ന് 1-ാം തീയതി ആയിട്ട് നിങ്ങളുടെ ചെല്ലക്കളയെ കാണാൻ പോവാണല്ലേ? എല്ലാം സക്സസ് ആവും കേട്ടാ. താനൊന്ന് 1-ാം തീയതി പറയാന്ന് പറഞ്ഞിട്ട് പോയി. ഒരു നിമിഷത്തിൽ എത്ര ഹാർട്ട് ബീറ്റ് അടിക്കുന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഈ 4 നാളൊന്ന് കഴിഞ്ഞു കിട്ടാൻ എന്റെ അമ്മോ, ഈ ക്ലോക്കിന്റെ സൂചി ഒന്ന് ചലിച്ചു കിട്ടാൻ എന്ത് പാടാന്ന് അനുഭവിച്ചു. കാലത്ത് തന്നെ വലിയ ഫിലോസഫി ആണല്ലോ. അതെല്ലാം പോട്ടെ, എന്ത് തീരുമാനം എടുത്തു? അല്ല ശക്തി, മാസം എത്രയാ നിന്റെ സാലറി? അത് പറയാനെന്താ, നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് ഒരു 6000-8000 കിട്ടും. പിന്നെ ജോലി കൺഫേം ആയി കഴിഞ്ഞാൽ തങ്ങാനൊരു ഫ്ലാറ്റും ഇന്ത്യൻ മണി ഒരു 12,000-13,000 കിട്ടും. അപ്പോ ജോലി ഇതുവരെ കൺഫേം ആയിട്ടില്ല അല്ലേ? ഇല്ലെന്നേ, ഇപ്പൊ ട്രെയിനിങ് പീരീഡാ. പക്ഷെ അടുത്ത വർഷം ജോലി കൺഫേം ആവും. ഇപ്പൊ ഇതെന്തിനാ പറയുന്നേ? എന്ത് തീരുമാനം എടുത്തേ? വേഗം പറ. നമുക്കിത് ശരിയാവില്ല ശക്തി. പാവം നീ വാങ്ങുന്ന ശമ്പളം നിനക്ക് തികയില്ല. അതിന്റെ കൂടെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. നന്നായി ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഞാൻ സ്വപ്നം കാണുന്ന ജീവിതം ഇതല്ല. അത് നിനക്ക് തരാനാവില്ല. കാരണം നിന്റെ കയ്യിൽ പണമില്ല. ഇതൊക്കെ നേരത്തെ അറിഞ്ഞൂടായിരുന്നോ? നോക്ക്, വെറുതെ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ വരണ്ട. നമ്മൾ വെറും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ നിന്റെ കയ്യിൽ പണം ഉണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ എന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുമ്പോ അത് അറിയേണ്ട ആവശ്യം എനിക്കുണ്ട്. അപ്പൊ പണം ഉണ്ടെങ്കിലേ സ്നേഹിക്കൂ, പണം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തുള്ളൂ. അതെ, വേറൊന്നും എനിക്കിപ്പോ പറയാനില്ല. നിങ്ങളൊക്കെ നാടിന് വേണ്ടി പോരാടിയ വീരന്മാർ. ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. എവിടെയുള്ളത്? വരുമായിരിക്കും അല്ലേ? വരട്ടെ. ഏയ്, എപ്പോ വന്നു? ഇയാൾ അവരോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ വന്നു. എന്താ തീരുമാനിച്ചത്? വീട്ടിൽ അറിയിച്ചതാണ്. ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ല, സന്തോഷം കൊണ്ടാണ്. ഐ ആം ടു ഹാപ്പി.
തനിമയിലൊരു കുളിർക്കാറ്റായി മധുമതി ഇവളണയുമ്പോൾ വിടരും പുതിയതായി ലോകം എൻ മുന്നിൽ ദിനം ദിനം പിന്നിൽ ജനിക്കണം ചിരമിവൾ സഖിയാകേണം മനസ്സിൻ കോവിൽ നിനക്കായി തീർക്കണം തുടങ്ങണമേ നീ നാം മധുരമസുദിനം വാനവിൽ കൂടാരത്തിൽ ഇനി എന്നും എൻ പാതയതിൽ അണയാദീപം നീയാകേണം ആനന്ദം പെണ്ണിനുള്ളിൽ അടക്കി വച്ചു ആണിന്നായി അവളെ ഇങ്ങു അയച്ചു വച്ചു എൻ പാഴ് മനസ്സിൻ കൂട്ടിൽ ഇരിച്ചേക്കേറാൻ കൂട്ടായി തൻ കിളിയേ നിന്മായ സ്പർശമണി ആനന്ദം പെണ്ണിനുള്ളിൽ അടക്കി വച്ചു ആണിന്നായി അവളെ ഇങ്ങു അയച്ചു വച്ചു ആ അവരുടെ വീട്ടിൽ എല്ലാരും സമ്മതിച്ചു. അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. കല്യാണം ഗുരുവായൂർ വെച്ച്. അത് മതിയമ്മേ. മണ്ഡപമൊക്കെ ബുക്ക് ചെയ്തു. ഇൻവിറ്റേഷൻ അടിക്കാനും കൊടുത്തു. പാതി ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. സ്വന്തക്കാരൊക്കെ വിളിക്കണം. ആ ശരിയമ്മേ, ഒരു 10 ദിവസം മുമ്പെങ്കിലും ഞാൻ അങ്ങോട്ട് എത്തിക്കോളാമേ. ശരിയമ്മേ, ഞാൻ ഫോൺ ചെയ്തോളാം. ശരിയമ്മേ, എല്ലാരും അന്വേഷിച്ചായിട്ട് പറ. അലവി, നീ ഈ വീട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നല്ലപോലെ പെയിന്റ് ചെയ്യും. എന്തിന് ഈ വീട് നീറ്റായിട്ടും അഴകായിട്ടും പെയിന്റ് ചെയ്ത മാതിരിയല്ലേ ഇരിക്കണത്? എന്റെ വീട് എന്റെ കാശ് കൊണ്ട് ഞാൻ പെയിന്റ് ചെയ്യുമ്പോ നിനക്കെന്താ? നീ അങ്ങ് അടിച്ചാ പോരെ? ഓക്കെ, അടിച്ചേക്കാം. ആ പാടി. കല്യാണം നടക്കാൻ പോണത് ഇന്ത്യയില്. ഇവിടുത്തെ വീടിന് പെയിന്റ് അടിക്കണമെന്നാ. ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയാറുണ്ട്. ഇവിടെ ലവർ തന്നെ ബ്ലൈൻഡ് ആണല്ല. ആ, എന്തരാണ് സീനിയർ? പ്രൂഫാണ്. നന്നായിട്ടോ നോക്ക്. കിട്ടിയ ഉടനെ എല്ലാവർക്കും കൊടുത്തേക്കാം. നമ്മുടെ ശക്തിയെ വിളിക്കാമല്ലോ അല്ലേ? വേണ്ടെങ്കിൽ ഇന്ദ്ര, പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. ഐ ഇൻഫോം ഹർ. സന്തോഷിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കാൻ കാര്യം എന്താ? വെരി സിമ്പിൾ. ശക്തിയുടെ കയ്യിൽ പണമില്ല, സന്തോഷിന്റെ കയ്യിൽ പണമുണ്ട്. ആഹാ, എനിക്കും ലൈഫിൽ ഭാഗ്യം ഉണ്ടാവുന്ന സ്വപ്നം കണ്ടു. അതാടി, വലിയൊരു കുടുംബത്തിൽ നിന്ന് എനിക്കൊരു പ്രപ്പോസൽ വന്നില്ലേ? എനിക്കും ആ ബന്ധം ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാ, വേറൊരു പെണ്ണിനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടത്. അതെ, നമുക്കിപ്പോ സന്തോഷ് ശക്തിന്ന് 2 പേര് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടല്ലോ. ഇവരിൽ 2 പേരിൽ ആർക്കാ പണം ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി. സന്തോഷാ ബെറ്റർ. അതുകൊണ്ട് അയാളെ ഞാൻ സെലക്ട് ചെയ്തു. കമ്പനി ഫ്ലാറ്റ്, പ്രമോഷൻ, പണം, കാറ്, ജോളിയായിട്ട് കഴിയാം. എങ്ങനെയുണ്ട്? നീ ആള് ഭയങ്കരിയാ. വരുമാനം ഇല്ലാത്ത ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ലൈഫ് വേസ്റ്റ് ആകാൻ എന്നെ കൊണ്ട് വയ്യ. ഞാനെന്ത് പറയാനടി, നീ ആള് ഭയങ്കര ബുദ്ധിശാലി തന്നെയാ. ബുദ്ധിശാലി അല്ലെങ്കിലേ 5ഉം 10ഉം ഒക്കെ കണക്ക് പറഞ്ഞ് മാസം മാസം കഷ്ടപ്പെടേണ്ടി വരും. ആ, എന്നെ കണ്ട് പഠിക്കും, അല്ലെങ്കിൽ രക്ഷയില്ല മോളെ. എന്താ വല്ലാതിരിക്കുന്നേ? ഇതൊന്ന് മാരേജ് ഇൻവിറ്റേഷനാ? നന്നായിട്ടുണ്ട്. എവിടെ? പറയാം. അല്ല, കല്യാണം ഗുരുവായൂർ വെച്ചാ? അവിടുത്തെ ഏറ്റവും വലിയ ഹോൾ തന്നെയല്ലേ? കല്യാണത്തിന് ഒരു 1000 പേരൊക്കെ വരില്ലേ? റിസപ്ഷൻ യേശുദാസിന്റെ ഗാനമേളയല്ലേ? ലോക്കൽ ടീമൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ കല്യാണത്തിന് പലതരത്തിലുള്ള ആഭരണങ്ങൾ ഇടില്ലേ? കഴുത്തില് കാശിമാല, അരയിൽ ഉഡ്യാണം, കാതില് തോട, മൂക്കുത്തി, വളകൾ, കൊലുസ്, ഇതെല്ലാം എനിക്കും വേണം. അയ്യോ, ഒന്ന് വിട്ടുപോയി. നമ്മൾ എവിടുന്ന് പട്ടുസാരി വാങ്ങാം? 4-5 കളറിൽ വില കൂടിയത് വാങ്ങണം. കല്യാണം കഴിഞ്ഞ് നമ്മൾ തനിച്ച് താമസിക്കുമ്പോ കോസ്റ്റ്ലി ഒരു
കാറ്, വീട് എല്ലാം വാങ്ങണം. അല്ല, ഹണിമൂണിന് നമ്മൾ എവിടെയാ പോവാ? സ്വിറ്റ്സർലാൻഡ് അല്ലേ? സ്റ്റോപ്പ് ദി കാർ. ഇറങ്ങ്. സന്തോഷ്, എന്താ പ്രോബ്ലം? സന്തോഷ് പ്ലീസ് പറയേ, എന്താ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ? കല്യാണക്കുറിയുടെ പ്രൂഫൊക്കെ നോക്കി തെറ്റ് എഴുതിട്ട് വന്ന, പക്ഷെ ഇപ്പഴാ മനസ്സിലായത് ഈ കല്യാണം തന്നെ ഒരു തെറ്റാണെന്ന്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനും ശക്തിയും നിന്നെ സ്നേഹിച്ചു. അത് നീയും മറച്ചു വെച്ചു, അവനും മറച്ചു വെച്ചു, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളിൽ ആര് വേണമെന്ന് നീ എടുത്ത തീരുമാനമാണ് തെറ്റ്. എന്ത് തെറ്റ്? ആർക്കാണ് കൂടുതൽ പണമുള്ളതെന്ന് നോക്കി, അതാണ് തെറ്റ്. ഇതിലെന്താ തെറ്റ് പറയാം? കൂടെ കഴിയാൻ പണമുള്ള ഒരാൾ വേണമെന്ന് തോന്നി, അതാ നിങ്ങൾ ചൂസ് ചെയ്ത്. എനിക്കത് തെറ്റാണെന്ന് തോന്നുന്നില്ല. അപ്പോ സ്നേഹം, മനസ്സ്, പ്രേമം ഇതൊക്കെ തെറ്റ്, പണം മാത്രമാണ് ശരി. അതെ, ഇക്കാലത്ത് സ്നേഹം മനസ്സിന്ന് വരുന്നു തോന്നുന്നുണ്ടോ സാറിന്? പണം നോക്കിയേ വരൂ. നിങ്ങൾ ഇടക്കിടക്ക് പറയാറില്ലേ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണ്, അനിയത്തിക്ക് എന്നോട് സ്നേഹമാണ്, അനിയൻ എന്നോട് സ്നേഹമാണെന്നൊക്കെ. മാസം മാസം അങ്ങോട്ട് പണം അയക്കുന്നില്ലേ? നിങ്ങൾ ഒരു മാസം അയക്കാതിരുന്നു നോക്ക്, സ്നേഹം എല്ലാം കാറ്റിൽ പറന്നു. അവരെന്നോട് കാണിക്കുന്ന സ്നേഹം മറ്റൊന്നും പ്രതീക്ഷയല്ല, ഞാൻ കൊടുക്കുന്ന പണത്തിന് വേണ്ടിയല്ല. അതിരിക്കട്ടെ, നീ ഞങ്ങൾ രണ്ടുപേരോട് ഇടപഴകി. നീ എന്ത് തീരുമാനിച്ചിരിക്കണം? ആര് നിന്നെ സന്തോഷമായിട്ട് സംരക്ഷിക്കും, ആർക്കാണ് നല്ല ഗുണമുള്ളത്, ആരാ നല്ലവൻ, അങ്ങനെ നോക്കി തീരുമാനിച്ചിരുന്നെങ്കിൽ അത് നല്ല തീരുമാനം. പക്ഷെ നീ പണം കണ്ടുകൊണ്ടല്ലേ എന്നെ തിരഞ്ഞെടുത്തത്. അതെ, ശരി, നാളെ എന്നേക്കാ പണമുള്ള വേറൊരുത്തം വന്നാൽ നീ എന്നെ വിട്ട് അവന്റെ ഒപ്പം പോകില്ല എന്ന് ഉറപ്പ്. കണ്ടില്ലേ, മറുപടിയില്ല. ഇതിനപ്പുറം നിനക്കൊരു മറുപടി ഉണ്ടാവില്ല. നിനക്ക് സ്നേഹം, ഇഷ്ടം, പ്രേമം, മനസ്സ് ഇതൊക്കെ പണത്തെ മാത്രം നോക്കിയുള്ളതാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കല്യാണവും വേണ്ട, സ്നേഹവും വേണ്ട. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണെന്ന് കരുതരുത്. നല്ല പെണ്ണുങ്ങൾ നിറയെ പേരുണ്ട്. ഗുഡ് ബൈ, വരട്ടെ. ആ ജനനത്താലുളവാവതെന്തെന്നൊരുവൻ കേൾക്കെ, ജനിച്ചുകൊണ്ടറിയെന്ന് പറഞ്ഞു ഭഗവാൻ. മരണത്താലുളവാവതെന്തെന്നൊരുവൻ കേൾക്കെ, മരിച്ചുകൊണ്ടറിയെന്ന് പറഞ്ഞു ഭഗവാൻ. ജീവിത സുഖമെന്തെന്നൊരുവൻ കേൾക്കെ, ജീവിച്ചുകൊണ്ടറിയെന്ന് പറഞ്ഞു ഭഗവാൻ. അനുഭവൻ താൻ ജീവിതമെന്നറിവെങ്കിൽ ഭഗവാനെ നീ എന്തിനെന്ന് അവൻ കേൾക്കെ. ദൈവം തിരിച്ചു പറഞ്ഞതെന്നറിയൂ, അനുഭവം തന്നെയാണ് ഞാനെന്ന്. എല്ലാ അനുഭവങ്ങളും ദൈവമാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു അനുഭവം ഉണ്ടായി. എന്താ സീനിയർ? ഒന്നും പറയണ്ട. നമ്മൾ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? നാട്ടിൽ നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ട്. വന്ന കാര്യം നോക്കാം. വാ, വാടാ. അടുത്ത മാസം നിന്റെ ട്രെയിനിങ് തീരല്ലേ? സുക്കാസോൽ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ നിന്റെ കഷ്ടകാലമൊക്കെ തീരും. സീനിയർ. ഹലോ ജാനി, നിന്റെ ജോലിയൊക്കെ എങ്ങനെ? ഇപ്പോഴാണ് സാർ മനസ്സിലായത്, ആളുകളെ കളിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാളും കഷ്ടപ്പെട്ട് ജീവിച്ചാൽ ദേഹത്ത് കാണുന്നു. അതാണ് നല്ല മെഴാന്നിരിക്കുന്നത്. പാസ്പോർട്ട് സൂക്ഷിച്ചോ? ഉണ്ട് സാർ. അപ്പൊ ശരി, കാണാം. ഓക്കെ. ആ എന്താ സീനിയർ? ഒന്നുമില്ല. എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല, അത് തന്നെ നടക്കുന്നത്. ഒന്നുമില്ല.